ഏകപക്ഷീയമായ രാഷ്ട്രീയത്തിട്ട് ഒരു എസ്ആർ എന്നും പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അരയിൽ ഒരു മുണ്ടും കെട്ടി കൊടങ്കൈ കുത്തി വായും പൊത്തി നിന്ന ആ മുന്നണിയിലെ ബാക്കി കക്ഷികൾക്ക് മുന്നിൽ ചാവാതിരിക്കാനെങ്കിലും പാടെടുത്തയ്യേ എന്നൊരു നാടൻപാട്ട് വരികൾ പോലെ രാഷ്ട്രീയ മാനക്കേടിന്റെ അങ്ങേയറ്റത്ത് സഹനത്തിന്റെ പരമാവധിയിൽ വേറെ വഴികളൊന്നുമില്ലാതെ അതേ ആർജവത്തോടെ എഴുന്നേറ്റ് ആ നയംമാറ്റത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയതാണ് CPI. കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇക്കാലം അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് ജാള്യമേതുമില്ലാതെ വിഴുങ്ങി ഇടതുപക്ഷ ബദലെന്നൊക്കെ ആ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരുന്ന നയങ്ങളുടെ മൂക്കിൽ പഞ്ഞി വെച്ച് വായ്ക്കരിയിട്ട് ബിനോയ് വിശ്വം തന്നെ പറയുന്നത് പോലെ ഒരു കോൺസ്പിറസി നാറുന്ന ഒരു സീക്രട്ട് ഡീൽ, അതീവ രഹസ്യ നീക്കം, ഐഡിയോളജിക്കൽ ക്ലാരിറ്റി എന്ന ആയുധം കൊണ്ട് താൽക്കാലികമായെങ്കിലും വെട്ടിയിട്ട CPIക്ക് അഭിവാദ്യങ്ങൾ. ഏത് CPI എന്ന അങ്ങേയറ്റത്തെ പുച്ഛത്തോട് ചൂളിപ്പോവാതെ ഇത് ഗൂഢാലോചനയാണ്, നിങ്ങൾ നടപ്പാക്കുന്ന RSSന്റെ അജണ്ടയാണ് എന്ന പാർട്ടിയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടി ബിനോയ് വിശ്വം, വെളിയം ഭാർഗവനും ചന്ദ്രപ്പനും ശേഷം ആ പാർട്ടിക്ക് ഒരു സെക്രട്ടറി ഉണ്ടെന്ന് അടയാളപ്പെടുത്തലാണ് കാലം. ഏതു നാണക്കേടും താറ്റും തുപ്പലും സഹിച്ച് അടുക്കളപ്പുറത്ത് കിടന്നോളുമെന്ന് ധാർഷ്ട്യം പൊളിഞ്ഞതോടെ ഇലക്ഷൻ മുഖത്ത് ആ മുന്നണിയെ രക്ഷിക്കലും CPIയുടെ ധർമ്മസങ്കടങ്ങളും പരിഹാരങ്ങളും അധികാരവർഗത്തിന് മാത്രം തലവേദന. അത് പരിഹരിച്ചാലും ഇല്ലെങ്കിലും ബ്രോഡർ ചോദ്യങ്ങൾ ഇപ്പോഴും കേരളത്തിന് അജ്ഞാതമാണ്. RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് ഓവർ ടൈം പണിയെടുത്ത് വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസ നയം മതേതര നയങ്ങളെ കഴുത്തറത്ത് കൊന്ന് ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിലുള്ള അടിത്തറപാകലാണെന്നും മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നും ക്യാച്ച് ദം യങ് കുട്ടികളുടെ മനസ്സിൽ കാളകൂട വർഗീയത വിചാരധാരാ സങ്കല്പമാണെന്നും ഈ മിനിഞ്ഞാന്ന് വരെ പറഞ്ഞുകൊണ്ടേയിരുന്നവർ ആ നയംമാറ്റത്തിൽ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നടത്തിയ കണ്ണുകെട്ടൽ തന്ത്രം ഏതാനും കോടികൾക്കാണെന്ന് ആരോട് പറയലാണ് സാറേ ഇപ്പോഴും? ഇതിലും വലിയ വിരട്ടുകളോട് പോയി പണി നോക്കാൻ പറഞ്ഞ ചരിത്രമാണിത്. കേരളമാണെന്ന് ആർജവത്തോടെ പറഞ്ഞവരാണ് നമ്മൾ. ഈ നാടിന്റെ ഇന്നേ വരെയുള്ള പോരാട്ട ചരിത്രം ഒറ്റിക്കൊടുത്തിയ നാണം കെട്ട അടിയറവിനാണ് കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാരത്തിന്റെ ഒന്നാകെയുമുള്ള മംഗളപത്രങ്ങൾ, പൂച്ചെണ്ടുകൾ എടുത്ത് ഷെൽഫിൽ വെച്ചിട്ട് LDF നയം നടപ്പാക്കാനാണ് LDF സർക്കാർ എന്ന് ചോദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി SIR നടപ്പാക്കില്ല, പൗരത്വം നടപ്പാക്കില്ല, സംഘപരിവാര പ്രതിരോധം, ഇടതുപക്ഷ ബദൽ എന്നൊക്കെ പറഞ്ഞു കളയല്ലേ അസംബന്ധമാണ്. CPM അറപ്പുളവാക്കുന്ന അശ്ലീലമാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിൻ്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വിജയമാണ്. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പൊതുവിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇത് നമ്മൾ റിവ്യൂ ചെയ്യുന്നു. ആ റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായി തൽക്കാലം ഈ ഘട്ടത്തിൽ തീരുമാനം ഒരു കമ്മിറ്റി വന്നല്ലോ, ആ സബ് കമ്മിറ്റിയുടെ പരിശോധന പൂർത്തിയാകുന്നതുവരെ PM ശ്രീ പദ്ധതി ഇവിടെ നടപ്പാകുന്നില്ല. അഡ്വക്കേറ്റ് KL കുമാർ, ശ്രീ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് K ഗോപാലകൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഞാൻ ശ്രീ ഗോപാലകൃഷ്ണനിലേക്ക് പോകുന്നു. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇത് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇത് പിന്മാറാൻ പറ്റുമോ? MOUവിന്റെ ഭാഗമായി പിന്മാറാൻ കഴിയുമോ ഇല്ലയോ തുടങ്ങിയ ചർച്ചകളൊക്കെ ഉണ്ട്. ശരി, ഞങ്ങൾ ഒപ്പിട്ടു, ഇപ്പോൾ താല്പര്യമില്ല, പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? വളരെ ശക്തമായ അടിത്തറയുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക്, സംസ്ഥാനത്തിന്. ശ്രീ B ഗോപാലകൃഷ്ണൻ. അല്ല, എന്തെങ്കിലും സംഭവിക്കുന്ന ആരും പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് നല്ലത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ PM ശ്രീ ഉസ്മാൻ ഹൈസ്കൂൾ മാഹി, അത് പുതുശ്ശേരി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അന്തർദേശീയ തലത്തിൽ വിദ്യാർത്ഥികൾക്ക് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒപ്പിടുക, ചെയ്യേണ്ട. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മതേതരത്വം 3 നേരം നിങ്ങൾ പറയുന്നത് പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം വിഴുങ്ങി ജീവിക്കാനാണെങ്കിൽ ഇതിൽ ഒപ്പിടണം നിർബന്ധമൊന്നുമില്ല. നിങ്ങളെ സൗകര്യം ഒപ്പിട്ടാൽ മതി. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൃത്യമായി പറയും, അതിന് രാഷ്ട്രീയ തലവുമുണ്ട്, അക്കാഡമിക് തലവുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ തലം ഞാൻ രണ്ടാമത് പറയാം, അക്കാഡമിക് തലം ഞാൻ ആദ്യം പറയാം. ഇപ്പോൾ താങ്കൾ നമ്മൾ കേരളം എന്ന് പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രഘോഷണമൊക്കെ നടത്തിയല്ലോ. ഞാൻ ചോദിക്കുന്ന 2 പോയിന്റിന് ആരെങ്കിലും മറുപടി പറയാം. ഈ PM ശ്രീ പദ്ധതിയെ എതിർക്കുന്നത് അക്കാഡമിക് തലത്തിൽ എന്തടിസ്ഥാനത്തിലാണ്? എന്താണ് അതിൻ്റെ അടിസ്ഥാനം? ചരിത്രത്തിൽ ബിരുദാനന്ദ ബിരുദം നേടിയ ആളാണ് ഞാൻ. ഇടയിൽ കയറി ഡിസ്റ്റർബ് ചെയ്യരുത്. ഈ ചരിത്രം ഞാൻ പഠിക്കുമ്പോൾ 1985 ഞാൻ ചരിത്ര വിദ്യാർത്ഥിയായിട്ട് കേരളവർമ്മ കോളേജിലേക്ക് വരുന്നത്. 1947 ശേഷം വർഷങ്ങൾ എത്രയായി കോൺഗ്രസ് ഇന്ത്യ ഭരിക്കുന്നു? എന്തുകൊണ്ടാണ് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒരു ചരിത്രം ഇന്ത്യക്കാരൻ എഴുതാത്തത്? അഥവാ ഇന്ത്യക്കാരൻ എഴുതിയ ചരിത്രമല്ലല്ലോ നമ്മൾ പഠിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം
1867 തയ്യാറാക്കിയ, ബ്രിട്ടീഷുകാരൻ തയ്യാറാക്കിയ, ഒരു ശിപ്പായി തയ്യാറാക്കിയ, ലണ്ടൻ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ മുമ്പിൽ വെച്ച് തയ്യാറാക്കിയ ആര്യൻ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും. ദ്രാവിഡൻ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പം. ആര്യൻ മധ്യേഷ്യയിലെ ലുഫ്താനിയയിൽ നിന്ന് വന്നു. ദ്രാവിഡൻ ആഫ്രിക്കയിലെ മെഡിറ്ററേനിയൻ പ്രദേശത്തു നിന്ന് വന്നു. ആര്യൻ്റെ നേതാവ് രാമൻ, ദ്രാവിഡൻ്റെ നേതാവ് രാവണൻ. ആര്യ ദ്രാവിഡ സംഘർഷം, രാമരാവണ യുദ്ധം എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നതല്ലേ. കേരള ബ്രഹ്മ കോളേജിലെ ഉഷ ടീച്ചർ CPM-ൻ്റെ വലിയ നേതാവാണ്. ആ ടീച്ചറടുത്ത് ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്, ടീച്ചറെ, ഈ ആര്യ എന്ന് പറയുന്ന അർത്ഥം ശ്രേഷ്ഠം എന്നും അർത്ഥമാണ്, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ അവർ ചൂണ്ടിക്കാണിച്ചത് റുമിള ഥാപ്പറുടെ പുസ്തകമാണ്, DD കൊസാംബിയുടെ പുസ്തകമാണ്. എന്നാൽ സർദാർ KM പണിക്കരുടെ ചരിത്രത്തിൽ ഞാൻ അതിലൊന്നും ഞാൻ പോണില്ല. ഒരു മിനിറ്റ്, നിർത്തി ഒറ്റ വരി മനസ്സിലായി, നിർത്തി. അതിനുള്ള വിയോജിപ്പോൾ ആദ്യമേ ഉണ്ടാവുന്നതല്ല. ഞാൻ പോണില്ല. അത് പോവാൻ ഞാൻ അതിൽ ഒരു മിനിറ്റ്, ഞാനതിൽ പോയി കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ പലർക്കും ബുദ്ധിമുട്ടാവും. ഞാനതിൽ പോകുന്നില്ല. ഞാനതിൻ്റെ രാഷ്ട്രീയ പോയിന്റ് പറയുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. അതിൻ്റെ സബ്ജക്റ്റ് വൈസ് താങ്കളുടെ ഇൻട്രോയിലും പറഞ്ഞു വർഗീയ വിഷം കുത്തി ഒലിപ്പിക്കുന്നത്. ഈ NEP-യിലും PM ശ്രീയിലും ഒരു വരി അതിനകത്ത് മതമോ ഒരു വരി അതിനകത്ത് വർഗീയതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്പർ 1. നമ്പർ 2, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്സുകാർ ആദ്യം ഒപ്പിട്ടതാരാ? PM ശ്രീയിൽ ആദ്യം ഒപ്പിട്ടത് പിണറായി വിജയനല്ല, ആദ്യം ഒപ്പിട്ടത് കോൺഗ്രസ്സുകാരാണ്. ഛത്തീസ്ഗഡ് ഗവൺമെൻറ്റും രാജസ്ഥാൻ ഗവൺമെൻറ്റും ഒപ്പിട്ടത്. ഇന്ന് 36 സംസ്ഥാനങ്ങളിൽ, എല്ലാ മൊത്തത്തിലുള്ള ഭരണ സംവിധാനങ്ങളിൽ 34 ഒപ്പിട്ടില്ലേ? കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനത്ത് ഒപ്പിട്ടില്ലേ? അപ്പോൾ കോൺഗ്രസിനെ ഇനിയിപ്പം നിങ്ങൾ പറയുന്ന RSSൻ്റെ ഭാഷയാണെങ്കിൽ ആവണമെന്ന് ആയിക്കോട്ടെ. കോൺഗ്രസ്സുകാർക്ക് ഛത്തീസ്ഗഡിൽ RSSൻ്റെ ഹെഡ് ഗവർണറെ പഠിപ്പിക്കാം, വീര സവർക്കറെ പഠിപ്പിക്കാം, കേരളത്തിൽ പഠിപ്പിക്കാൻ പാടില്ല. അതെന്തോ നിലപാടാ? വേണുഗോപാൽ ഇന്നലെ അഭിപ്രായം പറയണ്ടേ? രാഹുൽ ഗാന്ധി അഭിപ്രായം പറയണ്ടേ? നിങ്ങൾ വെറുതെ കിടന്നിട്ട് കുറെ ഇൻട്രോ അടിച്ചിട്ട് അതും ഇതൊക്കെ പറഞ്ഞെന്താ കാര്യം? കോൺഗ്രസിന്റെ നിലപാട് കേരളത്തിൽ വരുമ്പോൾ നിങ്ങൾ അത് പഠിപ്പിക്കാൻ പാടില്ല. ഞാൻ നിങ്ങൾക്കെതിരെ അല്ല, ഞാൻ നിങ്ങൾക്കെതിരെ അല്ല പറയണേ. ഞാൻ BJPക്ക്, ഞാൻ നിങ്ങൾക്കെതിരെ അല്ല പറയണേ. ഞാൻ നിങ്ങൾക്കെതിരെ അല്ല പറയണത്. അത് മതരാഷ്ട്രവാദത്തിലേക്കുള്ള നയിക്കലും അത് മനുസ്മൃതിയുടെ കരിക്കുലമാണെന്നൊക്കെ പറഞ്ഞു CPM-നെ ഞാൻ ഉദ്ധരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്കല്ല, അതെ അതെ, CPM നേതാക്കൾ പറഞ്ഞത് ഞാൻ പറഞ്ഞതാണ്. ഒരു വാക്ക് ഉപയോഗിച്ചു, ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അതുകൊണ്ടാ. ഓക്കെ അത് ഞാൻ നിങ്ങൾക്കെതിരല്ലപ്പാ, നിങ്ങൾക്കെതിരല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ കോൺഗ്രസിന്റെ ഇരട്ടത്തപ്പാണ്. KC വേണുഗോപാൽ പറഞ്ഞില്ലേ നടപ്പാക്കില്ല കേരളത്തിൽ. എന്നാ പിന്നെ നിങ്ങൾ ഛത്തീസ്ഗഡിൽ KC വേണുഗോപാലിന് ഉത്തരവാദിത്വമില്ലേ? പിൻവാങ്ങിയ കേരള സർക്കാരിനോട് വിമർശനം ഉണ്ടോ? സാവർക്കറെ പഠിപ്പിക്കാം. അതോ കോൺഗ്രസ് വിമർശനം മാത്രമേ ഉള്ളൂ? ഞാൻ ചോദിക്കുന്നത് എന്താ അല്ലെ, ഞാൻ പറഞ്ഞ MOU-ൽ നിന്ന് പിന്മാറാൻ കത്ത് കൊടുക്കാൻ പോകുന്ന സംസ്ഥാനത്തോട് എന്തെങ്കിലും രാഷ്ട്രീയ വിയോജിപ്പുണ്ടോ? അതോ കോൺഗ്രസിനോട് മാത്രമേ ഉള്ളൂ വിയോജിപ്പ്? ഞാനൊരു കാര്യം പറയുമ്പോൾ ഇടയിൽ തടസ്സപ്പെടുത്തരുത്. ഒറ്റ വരി കൊണ്ട് ഞാൻ തീർക്കാം. എല്ലാ കാലഘട്ടത്തിലും കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ നെറേറ്റീവ് എന്താ? കമ്പ്യൂട്ടർ വന്നു, എതിർത്തു, നടപ്പാക്കി. ട്രാക്ടർ വന്നു, എതിർത്തു, നടപ്പാക്കി. തിരുവനന്തപുരം വിമാനത്താവളം എതിർത്തു, നടപ്പാക്കി. നെടുമ്പാശ്ശേരി വിമാനത്താവളം എതിർത്തു, നടപ്പാക്കി. വിഴിഞ്ഞം പദ്ധതി എതിർത്തു, നടപ്പാക്കി. ഗെയിൽ പദ്ധതി എതിർത്തു, നടപ്പാക്കി. PM ശ്രീ പദ്ധതി തൽക്കാലത്തെ ഒരു മയക്കുമരുന്ന് വെടി എന്ന് സണ്ണി പറഞ്ഞില്ലേ, നമ്മുടെ KPCC പ്രസിഡന്റ് പറഞ്ഞില്ലേ? ഇതൊക്കെ ഒരു തട്ടിപ്പല്ലേ എൻ്റെ ചേട്ടാ, ഒരു പിന്മാറ്റവും ഇല്ല, ഒരാൾക്കിട്ട് പിന്മാറാനും പറ്റില്ല. ഇത് ഇവിടെ കൃത്യമായി നടപ്പാക്കും. ഇപ്പോഴത്തെ ഈ ബഹളം ഒന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നല്ലോ, കേന്ദ്ര ഗവൺമെൻറ്റിനോട് പറയാമായിരുന്നല്ലോ, ഞങ്ങൾ പിന്മാറുന്നു, ഞങ്ങൾ അന്തസ്സായി പിന്മാറാൻ പോവാ. എന്തിനാ ഉപസമിതി വെച്ചത്? ഉപസമിതിയുടെ റിപ്പോർട്ട് വരേണ്ടത് വരെ മരവിപ്പിക്കാൻ പറ്റുമോ? 2 പേർ ചേർന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഒരു ധാരണാപത്രം ഒപ്പിട്ടിട്ട് ഒരാൾ മരവിപ്പിച്ചാൽ അത് മരവിക്കുമോ? നിങ്ങൾ ഏത് വർത്താനം പറയണേ? ഇതൊക്കെ പൊട്ടം കടിച്ച മാതിരി വെറുതെ. ഇത് ഇന്നലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറഞ്ഞില്ലേ, യജമാനൻ്റെ പോക്കറ്റിലെ പൂച്ച യജമാനൻ്റെ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിച്ച് സ്വാദിഷ്ടമായിട്ടിരിക്കുമ്പോൾ ഇടയ്ക്കുന്ന യജമാനെ മാന്താന്ന് തോന്നും. അങ്ങനെ മാന്തുന്നതാണ് CPIയുടെ ഈ പരിപാടി. അത് വലിയ കുഴപ്പമില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവ് പറഞ്ഞത് ഇന്നലത്തെ ചാനൽ ചർച്ചയിൽ എൻ്റെ കൂടി ഇരുന്നിട്ട്. അപ്പോൾ ഇതൊരു വെറും മാന്തല. പൂച്ചയ്ക്ക് തലോടൽ കൊടുത്ത് നല്ല ബിസ്ക്കറ്റും കൊടുത്ത് അവിടെ ഇരിക്കും. നാട്ടുകാരെ പറ്റിക്കാനുള്ള ഏർപ്പാട് ഈ എല്ലാ കാലഘട്ടത്തിലും CPM-ഉം കോൺഗ്രസും CPI-യും എല്ലാം ഈ നെറേറ്റീവ് കൊണ്ടുവരും, ഇവരെതിർക്കും. ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ബിനോയ് വിശ്വനും പോകുന്നുണ്ട്, പിണറായി വിജയനും പോകുന്നുണ്ട്.
നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനെ എതിർത്തവരല്ലേ ഇവര്? ശരി ശരി, ഞാൻ എന്താ ഭൂമി ബോംബ് എന്ന് പറഞ്ഞ് എത്ര ഗെയിൽ, സമരം ഗെയിൽ, നടത്തിയവരാണ് ഗെയിൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട്, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട ഇതില്. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ കെ അനിൽകുമാർ, ഇവിടെ CPI ഇപ്പം നേരത്തെ ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ CPI അങ്ങനെ വിമർശനം നേരിട്ടിരുന്നു. CPI നേരിട്ട അവഹേളനം, അവർ പ്രൊട്ടസ്റ്റ് ചെയ്തു, ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു, പിടിച്ചപിടിയിൽ നിന്നും. ഇലക്ഷൻ കാലം കൂടി പരിഗണിക്കണമല്ലോ, അവർക്കൊരു ഫേസ് സേവിങ് നല്ല കാര്യം. പക്ഷേ അപ്പോഴും ഈ പദ്ധതിയിലേക്ക് MOU ഒപ്പിട്ട ദുരൂഹ വഴികൾ ആ മുന്നണിക്ക് പുറത്തുള്ള കേരളം അറിയണ്ടെന്നാണോ മുഖ്യമന്ത്രിയോട് ആവർത്തിച്ച് ചോദ്യം ഉണ്ടാകുമ്പോഴും ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്? ശ്രീ കെ അനിൽകുമാർ. അല്ല, ഒന്ന് നമ്മളൊരു ആഖ്യാനം ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഗെയിലിൽ ബോംബാന്നൊക്കെ പറഞ്ഞു, അതൊക്കെ കെട്ടുകഥയും കള്ളമാണ് കേട്ടോ. ഗെയിൽ പദ്ധതി നടപ്പിലാക്കിയ ഒരു കേരളത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഗെയിൽ പദ്ധതി ബോംബാന്നൊക്കെ പറഞ്ഞത് പി രാജീവിനെതിരെ അല്ലല്ല. അതൊക്കെ നമുക്ക് വിഷയം അതല്ല. നമ്മുടെ വിഷയം അതല്ല. ഒരു ചർച്ച വരുമ്പോൾ ആ ചർച്ചയിലെ വിഷയം പറയണം. ഞാനെന്തായാലും PM ശ്രീയെ കുറിച്ച് തന്നെ പറയാം. അതിനു മുന്നേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നൊരു മിനി ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് കേരള സർക്കാരിൻ്റെ പെർഫോമൻസ്, ഭരണം 10 കൊല്ലം ആകുമ്പോൾ പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കുന്നതിലേക്ക് സർക്കാർ മുന്നേറുന്നു. ബഹുമാനപ്പെട്ട കോൺഗ്രസ് പകുതിക്ക് ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ പറയാം. ഞങ്ങൾ 900 കാര്യം പറഞ്ഞു, ആദ്യം ഒരു 600 പറഞ്ഞു, 600 നടപ്പാക്കി, 900 കാര്യം രണ്ടാമത് പറഞ്ഞു. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ ഒരു 6 മാസം കൂടെ സമയമുണ്ട്. പക്ഷേ ഞങ്ങൾ ഓർപ്പിക്കണം, ഇവരുടെ ആവശ്യം വേണ്ട. കാരണം എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു പിണറായി വിജയനാണിത്. ഇങ്ങനൊരു മുഖ്യമന്ത്രി ചരിത്രത്തിലുണ്ടായിട്ടില്ല. ഓരോ മാസവും ഓരോ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് ഇതാ 10 കൊല്ലം പൂർത്തിയാകുമ്പോൾ 9ാമത്തെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് വന്നിരിക്കുക. അതിൽ പ്രകടന പത്രിക പറയുന്നതിനപ്പുറം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലതും ബാക്കിയുണ്ടോ? ഇന്നത്തെ ഇത് തെളിയിക്കുന്ന മറ്റൊരു കാര്യം എന്താണ്? ഖജനാവ് കാലിയല്ല. കേന്ദ്ര സർക്കാർ എത്രയേറെ ദ്രോഹിക്കാൻ ശ്രമിച്ചാലും കേരളം മറികടന്നു. 3ാമത്തെ കാര്യം, ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിനകത്ത് വിട്ടുവീഴ്ചയില്ല. മറ്റ് മേഖലകളിലെ വികസനം ഞാൻ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഇടതുപക്ഷ രാവുത്തുള്ളി സംബന്ധിച്ചിടത്തോളം നല്ല ദിവസമാണ്. നമ്മുടെ ചർച്ച അതിലേക്കല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് അത് തന്നെ മറുപടി പറഞ്ഞു പോകാം. ഈ ചർച്ചയിൽ ഒന്നാമതായി പറയുന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖം നഷ്ടപ്പെട്ടത് ഒന്നാമത് UDF-നാണ്. എന്തൊക്കെയാണ് തുറന്നു കാട്ടപ്പെട്ടത്? PM ശ്രീയുടെ ചർച്ച വന്നപ്പോൾ ആദ്യം തുറന്നു കാട്ടപ്പെട്ടത് 1976 ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസ് ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥയിൽ ഭരണം നടത്തുമ്പോൾ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാന വിഷയം മാത്രമായിരുന്ന വിദ്യാഭ്യാസത്തെ കേന്ദ്ര വിഷയമാക്കി മാറ്റിയത് കൊണ്ടാണ് PM ശ്രീ പദ്ധതിയുമായി മോദിക്ക് ഇറങ്ങാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മോദിക്ക് PM ശ്രീയുമായിട്ട് ഇങ്ങോട്ട് വരാനിടയായതിൽ വഴി വിളിച്ചു കൊടുത്തത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസുമാണ് എന്നത് ഈ ചർച്ചയിലെ ജനങ്ങൾക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്. അത്രത്തോളം ഈ ചർച്ച പുരോഗമനപരമാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് കോൺഗ്രസിനോട് ഞങ്ങൾ പറയുന്നത്, ഈ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റി സംസ്ഥാന പട്ടികയിൽ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ ഇന്ത്യ മുന്നണി മുൻകൈ എടുക്കുമെന്ന് പ്രഖ്യാപിക്കുമോ? ഇത് കോൺഗ്രസ് വ്യക്തമാക്കണം. രണ്ടാമത്തെ കാര്യം എന്താണ്? സംസ്ഥാന പട്ടികയാണെങ്കിൽ ആ സംസ്ഥാനത്തിൻ്റെ മേലെ സമ്മർദ്ദം ചെലുത്തുകയല്ല, സംസ്ഥാനവും കേന്ദ്രവുമായിട്ട് സഹകരിച്ച് ചർച്ചയിലൂടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണകരമായി ചെയ്യണം. അതിനു പകരം വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാജ്യമാകെ ഒരു തളായ്പ് ഉണ്ടാക്കുകയാണ്. കമുകിനും മാവിനും തെങ്ങിനും ഒറ്റ തളായ്പ്. അതാണ് PM ശ്രീ പദ്ധതി. കേരളത്തിലെ PM ശ്രീ പദ്ധതിയുടെ ഒരു ഗുണവുമില്ല. കാരണം എന്താണ്? നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട 1,300 സ്കൂളുകളിൽ 1,18,00,000 രൂപ വെച്ച് തരും. അവിടെ ഓരോ ബാത്റൂം ഉണ്ടാക്കണം. അത് കേരളത്തിന് ബാധകമാണോ? ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? റാം ഉണ്ടാക്കണം. അത് കേരളത്തിൽ കഴിഞ്ഞില്ലേ? ഇവിടെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാത്ത ഏത് സ്കൂളാണ് ഉള്ളത്? കേരളത്തിൽ ഇതെല്ലാം നേടിക്കഴിഞ്ഞ് കാണുന്നേ. പക്ഷേ നിങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ PM ശ്രീ പദ്ധതി ഷോക്കേസ് ചെയ്യണം. അതാണ് അവരുടെ ആവശ്യം. ഇങ്ങനൊരു കാര്യം കേന്ദ്രം ആവശ്യപ്പെട്ടാൽ കേരളം അതിന് വഴങ്ങില്ല എന്നാണ് നമ്മുടെ നിലപാട്. പക്ഷേ സംസ്ഥാന സർക്കാർ വഴങ്ങാതിരിക്കാൻ സാധ്യമല്ലാത്ത വിധം മറ്റ് ഫണ്ടുകൾ കട്ട് ചെയ്യുന്നൊരു നില വന്നു. അപ്പോൾ SSK അടക്കമുള്ള ഫണ്ടുകളിൽ കഴിഞ്ഞ 2 കൊല്ലമായി കോടിക്കണക്കിന് രൂപ കേരളത്തിന് നിഷേധിച്ചു എന്ന കേന്ദ്ര സർക്കാരിൻ്റെ ക്രൗര്യത നിറഞ്ഞ മുഖം വ്യക്തമായി. 3, ഇപ്രകാരം ഒരു നിഷേധമുണ്ടായിട്ടും ഈ പണം കേരളത്തിന് നൽകേണ്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിട്ടില്ല, കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് PM ശ്രീ പദ്ധതിയിലൂടെ കേരളത്തിനു മേലെ അടിച്ചേൽപ്പിക്കാതെ ആ പണം കൊടുക്കണം എന്ന് മോദിയോട് പറയാൻ കോൺഗ്രസ് തയ്യാറാകാത്തത് കേരള സർക്കാർ ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന ഭയം കൊണ്ടാണ്. ഇത് ഈ നാട്ടിലെ ആളുകൾക്കിടെ ബോധ്യപ്പെട്ടു. 3ാമത്തെ കാര്യം എന്താണ്? PM ശ്രീ പദ്ധതിയുടെ ഉള്ളടക്കം എന്താണെന്ന് ബോധ്യപ്പെട്ടു.
ഇത്രയൊക്കെ ഉള്ളു PMC പദ്ധതി, കൊട്ടിക്കൊഴിക്കുന്ന ഒരു കാര്യമില്ല. അതിൽ തന്നെ ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. എന്താണ് ആത്മവിശ്വാസം? ഇപ്പം തന്നെ മന്ത്രിസഭ ഉപസമിതിയൊക്കെ ചർച്ച ചെയ്യാൻ പോവാണ്. PM ഉഷ പദ്ധതി എങ്ങനെയാണ് അത് ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ നയം കേന്ദ്രത്തിലാണ് ഇവിടെ നടപ്പാക്കിയത്. കേരളത്തിന് തനതായ നിലവാരം ഉയർത്താൻ കഴിഞ്ഞു സർവകലാശാലയിൽ. ഞങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ കേന്ദ്രത്തോട് അക്കാര്യത്തിൽ കണക്ക് പറയാൻ തൻ്റെ ഇടം കിട്ടുമെന്നാണ്. ഇത് ഒരേപോലെ തന്നെ സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും അധികാരമുള്ളതാണ് വിദ്യാഭ്യാസം. കേന്ദ്രം പറയുന്ന എല്ലാം കൂടെ അങ്ങോട്ട് അംഗീകരിക്കാൻ വേണ്ടി വീണ് കിടക്കുന്ന മരമല്ല സംസ്ഥാനം. അത് PM ഉഷ പദ്ധതിയിലെ ഞങ്ങളുടെ തൻ്റെ ഇടമാണ്. ആ തൻ്റെ ഇടം വെച്ച് മുന്നോട്ട് പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പ് ശ്രമിച്ചത്. സ്വാഭാവികമായും അങ്ങനെയല്ല പോകേണ്ടത്. നമ്മൾ പണം കിട്ടിയിട്ടില്ലെങ്കിലും സ്കൂളുകളിൽ കഞ്ഞി മുടങ്ങിയാൽ, അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയാൽ, പണ്ട് മറിയ ചേടത്തി ചട്ടിയെടുത്ത പോലെ, പെൻഷന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ചട്ടിയെടുത്ത പോലെ ഇവർ ചട്ടിയെടുക്കാൻ കോൺഗ്രസ്സുകാർ വരും, അല്ലെങ്കിൽ BJPക്കാർ വരും. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷെ നാട്ടുകാരെ പഠിപ്പിച്ചാൽ നാട്ടുകാർ നമ്മുടെ കൂടെ നിൽക്കും. ഇതാണ് CPയുടെ അഭിപ്രായം. ശരി, നമുക്ക് നോക്കാം. നാട്ടുകാർ ഇക്കാര്യത്തിൽ നമ്മുടെ കൂടെ നിൽക്കട്ടെ. ഈ ഒരു ചർച്ച, നമ്മുടെ സ്കൂളുകളിൽ മുടങ്ങാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ചർച്ച, മുടങ്ങിയാൽ ഉത്തരവാദി കേന്ദ്രമാണെന്നുള്ള ബോധ്യം ഈ ചർച്ചയുടെ ഭാഗമായി ഉണ്ടായെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, പക്ഷേ കേൾക്കുമാറിന്റെ ചോദ്യം അതായിരുന്നില്ല. ശരി, താങ്കൾ വിശദമായി നാലാമതുണ്ടായിരിക്കുന്നത്. ശരി, താങ്കൾ വളരെ വിശദമായി പറഞ്ഞു. അതന്നെ പറയുന്നത്. താങ്കൾ വളരെ വിശദമായി പറഞ്ഞു. പക്ഷെ എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറയുന്നത് പോലെ എല്ലാ കാലവും നമുക്ക് ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചിരിക്കാൻ പറ്റില്ല. നമുക്ക് പണം വേണം. നമുക്ക് ഗതികെട്ടൊരവസ്ഥ ഇങ്ങനെയുണ്ട്. നമ്മുടെ ഈ പണമില്ല. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് കീഴടങ്ങേണ്ടി വരും. വഴങ്ങേണ്ടതായി, ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു, വഴങ്ങേണ്ടതായി വന്നു. അത് നമ്മുടെ അവസ്ഥ. ആ അവസ്ഥ കേരളത്തെ ബോധ്യപ്പെടുത്താതെ, ആ അവസ്ഥ മന്ത്രിസഭയെ ബോധ്യപ്പെടുത്താതെ, ഒരു മന്ത്രിമാരും അറിയാതെ, അവിടുത്തെ രണ്ടാമത്തെ ഘടകകക്ഷി അറിയാതെ, ഇപ്പോൾ താങ്കളോ CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, അങ്ങനെ ആരോരും അറിയാതെ പോയി നടത്തിയ ഒരു ക്ലാൻഡസ്റ്റൈൻ ഓപ്പറേഷൻ പോയി നടത്തിയ ദുരൂഹത CPIക്കും എന്താണ് മുന്നണിക്കകത്ത് മാത്രം അറിഞ്ഞാൽ മതിയോ? കേരളം അറിയണ്ടേ ശ്രീ K. അനിൽകുമാർ? അതെ, ഹാഷ്മി, ഇത് ഇങ്ങനൊരു കാര്യം വളച്ചു കെട്ടി എത്ര വലിയ നുണയാ പറഞ്ഞത്. V ശിവൻകുട്ടി പറഞ്ഞോ ഇടതുപക്ഷ നയം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല? പറഞ്ഞു. ഞാൻ കേട്ടില്ല. ഞാൻ കേൾപ്പിച്ചുതരാം. അപ്പൊ ഞാൻ പറയേണ്ട ഒരു കാര്യം എന്താണ്? നവംബർ മാസം 1-ാം തീയതി ദാരിദ്ര്യമുക്ത കേരളമാണ്. ഇടതുപക്ഷ നയം നടപ്പാക്കല്ലേ? UDF സർക്കാരിന്റെ കാലത്ത് സ്കൂൾ ഇല്ലാതാക്കിയതുപോലെ, സ്കൂൾ പൂട്ടിയ പോലെ കേരളത്തിൽ പൂട്ടുകയാണോ ചെയ്തത്, വർദ്ധിക്കുകയാണോ ചെയ്തത്? ഇടതുപക്ഷ നയം അല്ലേ? കേരളത്തിലെ ആശുപത്രികൾ മെച്ചപ്പെടുകയല്ലേ ചെയ്തത്? ഇടതുപക്ഷ നയം അല്ലേ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ഉയർന്ന കൂലി കേരളത്തിലല്ലേ? ഇടതുപക്ഷ നയം അല്ലേ? ഞാൻ ആവർത്തിക്കേണ്ട കാര്യം ചോദ്യം അതായിരുന്നു. താങ്കൾ മനസ്സിലാവാത്തല്ലോ. ഇത് ആരോരും അറിയാതെ താങ്കൾ ഈ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയട്ടെ സാർ, മുഖവിലേക്ക് എടുക്കുന്നു. കാര്യം കേന്ദ്രം നടന്ന നീചമായ പണിയാണ്. എന്താണ് മറ്റൊരു പദ്ധതിക്ക് ഒരു പണിയില്ലാത്ത, ഒരു ബന്ധവുമില്ലാത്ത കാര്യത്തിൽ പണ്ട് പറഞ്ഞു നീചമായ പണിയാണ്. ഹാഷ്മിക്ക് എന്താ പേടി? ഞാൻ ഉത്തരം പറയൂന്നുള്ള പേടിയാ? നമുക്ക് മറ്റു വഴിയില്ല. നമ്മൾ വഴങ്ങുന്നു. കേരളത്തോട് പറയണ്ടേ? ഇപ്പോഴും ആ ദുരൂഹ വഴി ആർക്കും പിടിയിട്ടില്ല. ഉത്തരം കേൾക്കാൻ പേടിയില്ല. ആ ഉത്തരം കേൾക്കാൻ എന്തിനാ പേടിക്കുന്നത്? ഉത്തരം കേൾക്കാൻ പേടിക്കണ്ടേ? ഞാൻ ഉത്തരം പറയാം. എന്താ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. കാശ്മീർ എന്താ ഉണ്ടായത്? ഇടതുപക്ഷ നയം കെട്ടിപ്പിടിക്കില്ല എന്ന നയത്തിന്റെ ഭാഗമായിട്ടല്ല ഈ MOUയിൽ ഒപ്പുവെച്ചത്. അത് ആദ്യം മനസ്സിലാക്കണം. ഒന്ന്, PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് സ്വീകാര്യമായ നയമാണെന്ന് ഇടതുപക്ഷത്തിന് അഭിപ്രായമില്ല. 2, ഇവിടെ ഞാൻ കൃത്യമായിട്ട് വിശദീകരിച്ചു. ഇടതുപക്ഷ നയത്തിൽ വെള്ളം ചേർത്തത് കൊണ്ടല്ല, അടിയന്തരാവസ്ഥയിൽ ഇത് ഭരണഘടനാ ഭേദഗതിയിലൂടെ സംയുക്ത പട്ടികയിലാക്കിയത് കൊണ്ടാണ് ആ നയമായിട്ട് മോദി ഇങ്ങോട്ട് വരുന്നത്. അത് ഞങ്ങളുടെ ഒരു കുഴപ്പമല്ല, ഞങ്ങളുടെ സർക്കാരിൻ്റെ പരിമിതിയല്ല, ഭരണഘടനയുടെ മാൻഡേറ്റാണ്. മൂന്നാമത്തെ കാര്യം, അങ്ങനെ മോദി PM ശ്രീ ആയിട്ട് വന്നാലും കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണത്തിന് സാധ്യമല്ലാത്ത വിധം PM ഉഷ പദ്ധതിയിൽ ചെയ്തതുപോലെ പ്രതിരോധമാകാം. MOUയിൽ വായിച്ചാൽ മനസ്സിലാവും. എന്റെ പ്രശ്നം അതല്ല, ഞാനത് അംഗീകരിക്കുന്നു. സംസ്ഥാന സിലബസ് ആകാമെന്നാണ് താങ്കൾ പറഞ്ഞ് അംഗീകരിക്കുന്നു. പ്രശ്നം താങ്കൾ പറഞ്ഞ് അംഗീകരിക്കുന്നു. എന്റെ ചോദ്യം, ഇതൊക്കെ പറയാമെന്നിരിക്കെ ആരോരും അറിയാതെ കേരളത്തെ കണ്ണുകെട്ടിപ്പോയി ഒപ്പിട്ട്, പാർട്ടി പത്രം പോലും അറിയാതെ ഒപ്പിട്ട് എന്ന് CPIയുടെ മുഖപത്രത്തിൽ എഴുതേണ്ടി വരേണ്ടി വണ്ണം, 3 ദിവസം മുമ്പ് ഒപ്പിടില്ല എന്ന് MA പറയത്തക്ക വണ്ണം, ഇത് ആരോരും അറിയാതെ പോയി ചെയ്ത ഈ ദുരൂഹ വഴി എന്തിനാണ് ശ്രീ K. അനിൽകുമാർ? താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ മന്ത്രിസഭ പറയാം. കേരളത്തിൽ നമുക്ക് വേറെ വഴിയില്ല, നമ്മൾ വഴങ്ങുന്നു എന്ന് പറയാം. അതെ, അവിടെയാണ് ഞങ്ങൾ പറയേണ്ടത്. വിദ്യാഭ്യാസ വകുപ്പിന് പൈസ കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? SSKക്ക് വേണ്ടി കഴിഞ്ഞ 2 കൊല്ലമായിട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന് ധനകാര്യ വകുപ്പ്. 5-6 മാസമായിട്ട് സാറന്മാരുടെ ശമ്പളം മുടങ്ങിയിരിക്കുന്നു. അവിടെ SSKയിലെ സാറന്മാരുടെ ശമ്പളം കുറേ പേരുണ്ട്. അതുപോലെ തന്നെ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവരുടെ ആനുകൂല്യം കൊടുക്കാനുണ്ട്, മുടങ്ങിയിരിക്കുകയാണ്. ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിമിതികളായി. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അവരുടേതായ നിലയ്ക്ക് മുന്നോട്ട് പോയി.
ആ മുന്നോട്ട് പോകുന്നതിന് MOU എന്ന് പറഞ്ഞതിലേക്ക് എത്തുന്നതിന് മന്ത്രിസഭാ തീരുമാനം ആവശ്യമില്ല. കാരണം എന്താണ്? അതൊരു വിദ്യാഭ്യാസ വകുപ്പും മറ്റേ വിദ്യാഭ്യാസ വകുപ്പോടു കൂടി ഭരണഘടനാപരമായി തന്നെ 2 സമാവർത്തപ്പെട്ടിയുള്ള കാര്യം കൈകാര്യം ചെയ്യുന്നതാണ്. അതിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ട് ലഭിക്കുക എന്നുള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ അവകാശമാണ്. അവരതിന് ശ്രമിച്ചു. ആ ശ്രമിച്ച കാര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ നേതൃത്വം മുടിക്കാത്തൊരു ചർച്ച വന്നു. ചർച്ച എന്താ വന്നത്? ഇത് നമുക്ക് മറ്റൊരു തരത്തിൽ കൈകാര്യം ചെയ്യാനാവില്ലേ? കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങാതെ തന്നെ അവരോട് പോരടിക്കാൻ ഇനിയും അവകാശമുണ്ടല്ലോ, അവസരമുണ്ടല്ലോ. നമുക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ പോരാട്ടത്തിൻ്റെ മുന കൂർപ്പിച്ച് പോവുകയല്ലേ വേണ്ടത്? ഈ നിലയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടെ ധനകാര്യ വകുപ്പോട് നിൽക്കുന്ന വിധം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവരെ ചേർത്ത് നിർത്തി കൈകാര്യം ചെയ്യുകയല്ലേ വേണ്ടത് എന്ന ചർച്ച CPI ഉയർത്തിക്കൊണ്ടുവന്നു. നോക്കാൻ തീരുമാനിച്ചു. സർക്കാരാണ് എന്ന് ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞു ഡി രാജ അയച്ച കത്തിൽ. അതൊക്കെയല്ല ചോദ്യങ്ങൾ വരുമല്ലോ, ചോദ്യങ്ങൾ വരുമല്ലോ. ഇപ്പോഴും ആ ദുരൂഹ വഴി എന്താണ് എന്ന് താങ്കൾ പറയുന്നില്ല. നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? ചെയ്യാൻ പറ്റുന്ന നാടായത്. പക്ഷെ PM ഉഷ ഇത്രേ ഉള്ളൂ. വിദ്യാഭ്യാസ വകുപ്പ് സ്വന്തമായിട്ട് നീങ്ങി. ഓക്കെ PM ഉഷ PM റൂസ പദ്ധതി പറഞ്ഞ് പിടിക്കാൻ പറ്റുന്നതാണോ? അത്രത്തോളം ലളിതമായാണോ പോയ കാലങ്ങളിൽ CPM ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇപ്പോ ഈ ഏതാനും നാളുകൾക്ക് മുൻപാണ് SFIയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഈ നയം രാജ്യത്തിന് ആപത്താണെന്നും ഈ നയം കുട്ടികളുടെ മനസ്സുകളെ മലീമസപ്പെടുത്തലാണെന്നും പറയുന്നത് സാക്ഷാൽ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയനാണ്. അതിന്റെ ബൈറ്റ് നേരത്തെ പ്രേക്ഷകർ കേട്ടിട്ടുണ്ട്. M സ്വരാജ് പറഞ്ഞു ഒന്ന് കേൾക്കാം. ഈ അടുത്ത കാലത്താണ് എന്താണ് EMSN ലോകം മലപ്പുറത്ത് കഴിഞ്ഞ മാസം ഇതൊന്ന് കേട്ടിട്ടു. ഹാഷ്മി ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴേ ഒരു മിനിമം മര്യാദ വേണം. നിങ്ങൾ മര്യാദ കാണിക്കണം. വേറെ വഴിക്ക് പോകാതെ ഞാൻ ചോദിക്കുക, ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിൽ നടപ്പാക്കേണ്ടതില്ലെന്നും നമ്മളിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ് സിലബസ് ആണ്, SCERT ആണ്. നിങ്ങൾക്ക് SCERT സിലബസിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരില്ല എന്ന വിശ്വാസത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോയത്. അത് അങ്ങനെ തന്നെ ആണോ എന്നാണ് മന്ത്രിസഭ പരിശോധിക്കാൻ പോണത്. ശരി ഞാൻ ഒരു ഉറക്കം കൊണ്ട് നേരം വെളുക്കില്ല. M സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു കേൾക്കൂ. ഞങ്ങൾ ആ പദ്ധതിക്കെതിരാണ്. ശരി, M സ്വരാജ് മലപ്പുറത്ത് പറഞ്ഞു കേൾക്കൂ. ഒന്ന് കേൾക്കൂ. ഞങ്ങൾ എതിരാണ്. നിങ്ങൾ 1000 വട്ടം പറഞ്ഞാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കും. ഒന്ന് കേൾക്ക്. M സ്വരാജ് 1000 വട്ടം പറഞ്ഞാലും ഞങ്ങൾ അതിനെ അനുകൂലിക്കും. ഞങ്ങൾ അതിനെതിരാണ്. ഇന്ത്യ മുഴുവൻ എന്തിനാണ് നമ്മൾ മറന്നുപോയവർക്ക് വേണ്ടിയാണ് സാറേ. ഇതിന് വേറൊരു ആഖ്യാനൊന്നും കൊടുക്കില്ല. അനിൽകുമാർ, ഇത് മറന്നുപോയവർക്ക് വേണ്ടിയാണ്. ഇത് NEPയുടെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്നവരെ കേൾപ്പിക്കാൻ വേണ്ടി, അവർ മറന്നുപോയിരിക്കാൻ വേണ്ടിയാണ്. നശിപ്പിക്കും. താങ്കൾ പേടിക്കല്ലേ. ഇന്ത്യയെ നശിപ്പിക്കും. താങ്കൾ പേടിക്കുന്നതെന്താണ്? കേൾക്ക്. നശിപ്പിക്കും. ഞാൻ M സ്വരാജ് നിങ്ങളുടെ ഇന്ത്യയെ നശിപ്പിക്കുന്ന പദ്ധതിയാണ്. നിങ്ങളുടെ നേതാവിന്റെ വാക്കുകളാ കേൾപ്പിക്കാൻ പോകുന്നത്. ഞങ്ങൾ പറയല്ലേ, ശരി, ഒരു കേൾക്കുന്നു. നശിപ്പിക്കുന്ന പരിപാടി എന്തിനാണ് പേടിക്കുന്നത്? നശിപ്പിക്കുന്ന പരിപാടി ഒപ്പിട്ട് വന്ന് പിന്നെ നശിപ്പിക്കുന്ന പറയല്ലേ. അടിയന്തരാവസ്ഥയുടെ കാലത്ത് അടിച്ചേൽപ്പിക്കാൻ നശിപ്പിക്കുന്ന പരിപാടിയാണെന്ന് അടിയന്തരാവസ്ഥയുടെ പിൻബലത്തിലുണ്ടാക്കിയ ഒരു ഭരണഘടനാ ഭേദഗതിയുടെ മറയുപയോഗിച്ച് കേന്ദ്ര സർക്കാർ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മേലെ കടന്നാക്രമിക്കുകയാണ്. യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നമ്മൾ ഒപ്പിട്ട് കീഴടങ്ങി. ആ യുദ്ധത്തിൽ 1000 കോടി കിട്ടി നമ്മൾ ഒപ്പിട്ട് കീഴടങ്ങി. അത്രേ ഉള്ളൂ. വിദ്യാഭ്യാസ രംഗമാകെ അടിമുടി മാറേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് RSS മുൻപോട്ട് വയ്ക്കുന്നു. ഉണരണം, ഹിന്ദു ഉണരൂ എന്ന് പറയും. അത് വിചാരധാരയിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. അപ്പം മതരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഒരു സുപ്രധാനമായ ഉപകരണമായി വിദ്യാഭ്യാസത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ, വർഗീയമായി ധ്രുവീകരിക്കാനും വർഗീയവാദികളായി മനുഷ്യരെ പരിവർത്തനം ചെയ്തെടുക്കുന്നതിനും വിദ്യാഭ്യാസത്തെ തന്നെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആധികാരികമായി തന്നെ തങ്ങളുടെ നിലപാടായി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് RSS. അതുകൊണ്ട് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യാമോഹം ആരും വെച്ചു പുലർത്തേണ്ടതായിട്ടില്ല. മുൻ വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രൻ അതേ സെമിനാറിൽ പറഞ്ഞുവിടുന്ന പ്ലേയാവോ? ഒരു സർക്കാർ അതിന്റെ പോളിസി എടുക്കുന്നതാണ് ഒരു പാഠപുസ്തകത്തിന്റെ ആദ്യഘട്ടം. പോളിസിയാണ് ഏറ്റവും പ്രധാനം. അതാണ് NEP. അതുകൊണ്ട് തന്നെ മനുസ്മൃതിയുടെ കരിക്കുലമാണ്. NEP. ആ പോളിസി ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈന്ദവ ചിന്തകൾ മനസ്സിൽ ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഒരു ദേശരാഷ്ട്ര സങ്കല്പം, ഒരു മതരാഷ്ട്ര സങ്കല്പം വളർത്തിയെടുത്ത് നവഫാസിസത്തിന് ഇവിടെ തേരോട്ടത്തിനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു പ്ലേയാവോ? ഈ വിദ്യാഭ്യാസ നയത്തിന്റെ വിശദാംശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഉണ്ടായി വന്നിട്ടുള്ള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിന്റെ സവിശേഷതകൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്.
തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുണ്ട് ഈ സമൂഹത്തിൽ എന്ന് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളും നിറഞ്ഞ ഒരു ഭൂതകാലം. അതിൽ അഭിമാനം കൊള്ളുന്ന ഈ ഡോക്യുമെൻ്റ് ആ കാലത്തേക്കുള്ള ഒരു തിരിച്ചു പോക്കിന് വളരെ സമർത്ഥമായ നിലയിൽ കരുനീക്കുന്നുണ്ട് എന്നുള്ളത് ഈ രേഖ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. ശ്രീ വി വസീഫിനോട് നമ്മളെയോ? ഈ വിദ്യാഭ്യാസ നയം തീർത്തും ഈ രാജ്യത്തിന് വിരുദ്ധമായ നയമാണ്. ഇത് നമ്മെ പറ്റിക്കാനുള്ള നയമാണ്. ഈ രാജ്യത്തെ മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു നയമാണ് ഇവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതൊരു ഒളിച്ചുകടത്തലാണ്. ഇതിൻ്റെ പിന്നിൽ കോർപ്പറേറ്റുകളുണ്ട്. ഇതിൻ്റെ പിന്നിൽ സംഘപരിവാറിൻ്റെ RSSന്റെ എല്ലാ ധ്രുവീകരണ ശ്രമങ്ങളുമുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ പറഞ്ഞു വെക്കാനുള്ളത്. NEP-ക്കെതിരെ CPM നേതാക്കൾ പറഞ്ഞ PMC-ക്കെതിരെ അല്ലെങ്കിൽ നയത്തിനെതിരെ CPM നേതാക്കൾ പറഞ്ഞ പ്രതികരണം എടുത്താൽ നമുക്ക് മണിക്കൂറൊന്നും മതിയാവില്ല. അത്രയും പ്രതികരണങ്ങളുണ്ട്. NEP-ക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ച വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്കും NEP-യുടെ ഗുണഗണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ചില അക്കാദമിക ബുദ്ധിജീവികൾക്കും ഓർമ്മയിലേക്ക് കേൾപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ശ്രീ സന്ദീപ് വാര്യർ എന്തോ കാരണം കൊണ്ട് ഒപ്പിടുന്നു. ഇപ്പോഴും ദുരൂഹമായ വഴി എന്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീ KL കുമാർ പറഞ്ഞ കാര്യങ്ങൾ കേരളത്തോട് പറഞ്ഞാൽ കേരളത്തിന് മനസ്സിലാവാത്തതല്ല, CPI-യോട് പറഞ്ഞാൽ CPI-ക്ക് മനസ്സിലാവാത്തതല്ല. അതിൻ്റെ ഉറപ്പായും അതിൻ്റെ വിയോജിപ്പുകൾ, തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകും. പക്ഷേ ജനാധിപത്യ നാട്ടിൽ ചർച്ച വേണമല്ലോ. ഒരു ചർച്ചയും ഇല്ലാതെ ഓൺ എ ഫൈൻ മോർണിംഗ് ഈ പറഞ്ഞതൊക്കെ വിഴുങ്ങിപ്പോയി ഒപ്പിട്ടു. പോട്ടെ, എന്തോ കാരണം. അത് നയവ്യതിയാനം മാത്രമല്ല ഗൂഢാലോചനയാണെന്നും എന്തോ സർക്കാരാണെന്നും ചോദിച്ചു CPI. തിരുത്തപ്പെടുന്ന നിലപാട്, തെറ്റായ വഴിയിൽ പോയാൽ തിരുത്തപ്പെടുമെന്നുള്ളത് ഒരു മുന്നണിയുടെ നല്ല പവർഫുൾ മെക്കാനിസം അല്ലേ? ആ അർത്ഥത്തിൽ കരുത്തുറ്റതല്ലേ LDF മുന്നണി? സന്ദീപ് വാര്യർ. ഹാഷ്മി, നിലപാട് തിരുത്തപ്പെട്ടോ? തിരുത്തപ്പെട്ടില്ലല്ലോ. ഇവിടെ CPM നടത്തിയിട്ടുള്ളൊരു തന്ത്രം എന്താണ്? അതൊരു ടൈം ബൈയിങ് തന്ത്രമാണ്. ഇന്ന് CPI-ക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി CPM ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് പല മാധ്യമങ്ങളോട് പുറത്തു വന്നത്. അതായത് CPI-യുടെ വിജയം. CPI-ക്ക് തോന്നണം, അല്ലെങ്കിൽ CPI-യുടെ അണികൾക്ക് തോന്നണം തങ്ങളുടെ സമ്മർദ്ദം വിജയിച്ചു എന്ന് തോന്നണം. പക്ഷെ യഥാർത്ഥത്തിൽ വിജയിച്ചോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം പോലെ, ഞങ്ങൾ ഈ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നു എന്ന് കൃത്യമായിട്ട് നിയമപരമായിട്ട് കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ പോരെ? അപ്പോൾ കരാറിൽ നിന്ന് പിൻവാങ്ങുന്നില്ല, മറിച്ചൊരു സമിതി ഉണ്ടാക്കുന്നു. ഈ സമിതി ഉണ്ടാക്കേണ്ട കാര്യം എന്നുള്ളത് നേരിട്ട് കരാറിൽ നിന്ന് പിൻവാങ്ങിയാൽ പോരെ? അങ്ങനെ ഒരു എക്സിറ്റ് ഓപ്ഷൻ ഈ കരാറിലുണ്ടോ? അത് ഗവൺമെൻറ്റാണ് വെളിപ്പെടുത്തേണ്ടത്. ഇത്തരത്തിലൊരു MOU ഒപ്പിട്ടതിന് ശേഷം, കേന്ദ്ര സർക്കാരുമായി ഒരു MOU ഒപ്പിട്ട ശേഷം അതിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ ഇപ്പോൾ നിങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ ഇതാ CPI ഇടപെട്ട് ഈ തീരുമാനം ഇല്ലാതായിരിക്കുന്നു എന്ന രീതിയിലാണ് നിങ്ങൾ പറയുന്നത്. ഈ തീരുമാനം ഇല്ലാതാക്കിയിട്ടില്ല, മറിച്ച് താൽക്കാലികമായി CPI-യുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുക മാത്രമാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് മരവിപ്പിക്കാൻ സാധിക്കുന്നത്? ഉദാഹരണത്തിന്, നിങ്ങൾ രജിസ്റ്ററായിട്ട് കല്യാണം കഴിച്ച ശേഷം, നിയമപരമായി വിവാഹം ചെയ്തതിന് ശേഷം നിങ്ങൾ കത്തെഴുതി കളിച്ച് ഡിവോഴ്സ് ചെയ്താൽ മതിയോ? ഞാൻ നിന്നെ കത്തെഴുതിയെന്ന് പറഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനൊരു ലീഗൽ പ്രൊസീജിയർ ഉണ്ട്. ആ ലീഗൽ പ്രൊസീജിയർ ഇവിടെ എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടുണ്ടോ? ഒരു ലീഗൽ പ്രൊസീജിയർ നടന്നിട്ടില്ല. ഇത് വാസ്തവത്തിൽ നിലവിലിരിക്കുന്ന ഈ വിവാദത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈയിങ് തന്ത്രമാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായിരുന്നു CPI-യുടെ? നയപരമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു പോളിസി മാറ്ററിൽ മുന്നണിക്കകത്തോ മന്ത്രിസഭയ്ക്കകത്തോ ചർച്ച നടന്നില്ല. മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി. അതായത് കൂട്ടുത്തരവാദിത്തം, ഭരണഘടന തന്നെ പറയുന്ന മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം എന്ന പ്രധാനപ്പെട്ട ഭരണഘടനയുടെ നിർദ്ദേശം ലംഘിക്കപ്പെട്ടു എന്ന് ആരാ പറഞ്ഞത്? ഈ മന്ത്രിസഭയിലെ അംഗങ്ങളാണ് പറഞ്ഞത്. പിന്നെ ആരാ പറഞ്ഞത്? മുന്നണിക്കകത്ത് ചർച്ച ചെയ്തിട്ടില്ല, മുന്നണി ഇരുട്ടി നിർത്തി. ഇതിൽ ദുരൂഹത ആരോപിച്ചത് ആരാ? കോൺഗ്രസ് ആണോ ആരോപിച്ചത്? അല്ല, ഈ ഇരിക്കുന്ന അനിൽകുമാറിന്റെ സഖ്യകക്ഷിയായിട്ടുള്ള CPI-യുടെ നേതാക്കന്മാരാണ് ആരോപിച്ചത്. ദുരൂഹതയുണ്ട്, ഇതൊരു ഷെയ്ഡി ഡീലാണ്, RSSന്റെ മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് CPI ആണ്. ഇവിടെ ഇരുന്നിട്ട് കോൺഗ്രസിനെതിരെ ഘോരഘോരം സംസാരിക്കുന്ന ഈ അനിൽകുമാറിന് എന്തേ CPI ഇക്കാര്യത്തിൽ വിമർശിക്കാൻ കഴിയാതെ പോകുന്നത്? ഇന്ന് മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? എനിക്ക് ഇതിനുള്ള മറുപടി പറയാനില്ലാത്തത് കൊണ്ടല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് തൻ്റെ നാക്കിൽ CPI-ക്കാരെ വിളിക്കാനുള്ള തെറി ഇങ്ങനെ വന്ന് മുട്ടി നിൽക്കുകയാണ്. അത് ഇപ്പം പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പിണറായി വിജയൻ ഉദ്ദേശിച്ചത്. അത് വ്യക്തമാണല്ലോ. എന്തായാലും കോൺഗ്രസിനെ തെറിവിളിക്കാനല്ല അദ്ദേഹം ആഗ്രഹിച്ചിട്ടുള്ളത്, അത് CPI-ക്കാരെ തെറിവിളിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ CPI-യുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു ടൈം ബൈയിങ് തന്ത്രം മാത്രമാണ്. അതിനെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നിലവിൽ RSS മുന്നോട്ട് വയ്ക്കുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ പരിപൂർണമായും ഇവർ അംഗീകരിച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഇവിടെ നടന്നിട്ടില്ല. പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അന്തസ്സായി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാൻ തയ്യാറാവണം. ഇവിടെ ശ്രീ അനിൽകുമാർ ചോദിച്ചല്ലോ, എന്താണ് കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് വീണ്ടും സംസ്ഥാന ലിസ്റ്റിലേക്ക് മാറ്റണമെന്ന് ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുമോ എന്ന് ചോദിച്ചല്ലോ. ഈ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിന്നിട്ട് വേണ്ട സൗകര്യങ്ങളൊക്കെ തരപ്പെടുത്തുകയും ഇവിടെ വന്നാൽ RSSന് വിടുപടി എടുക്കുകയും ചെയ്യുന്ന CPM-മാർ അക്കാര്യത്തിൽ നിലപാടൊന്ന് പറയണം. നിങ്ങൾക്ക് ഈ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിലേക്ക് വരേണ്ട കാര്യമൊന്നുമില്ല.
ഈ അപ്പുറത്തൊരു മുഖ്യമന്ത്രിയുണ്ട്, ആ മുഖ്യമന്ത്രിയുടെ പേര് സ്റ്റാലിൻ എന്നാണ്. ആ സ്റ്റാലിൻ എന്ന മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് തിരുവനന്തപുരത്തിരിക്കുന്ന നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് മാറ്റേണ്ട ഒരു കാര്യവുമില്ല. ഈ സംഘപരിവാർ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ സ്റ്റാലിന്റെ ബലമുള്ള തണ്ടലുണ്ടായാൽ മതി. ആ തണ്ടല് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെ നിരാശപ്പെടുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇത് മുഴുവൻ ഞങ്ങളെ തലയ്ക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. നിങ്ങളുടെ മുന്നണിക്കകത്തുണ്ടായ പ്രശ്നമാണ്. സ്പ്രിംഗ്ലർ 2.0 ആണത്. സ്പ്രിംഗ്ലറിൽ നിങ്ങൾ എപ്രകാരമാണോ മുന്നണിയെയും മന്ത്രിസഭയെയും ഇരുട്ടിൽ നിർത്തി രഹസ്യമായി മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് രഹസ്യമായിട്ടുള്ള കരാർ ഒപ്പിട്ടത്, അതുപോലെയുള്ള സാഹചര്യമല്ലേ ഉണ്ടായത്? എന്താ ഇതിൽ സംശയമുള്ളത്? നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടെ BJP നടത്തിയിട്ടുള്ള പരിശ്രമം എന്താ? BJPയുടെ നേതാക്കന്മാർക്ക് ഇവിടെ നിന്ന് വെല്ലുവിളിക്കാൻ അവസരം ഉണ്ടായി. എന്താണ് വെല്ലുവിളി? ഇവിടെ എഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, അതല്ലെങ്കിൽ സവർക്കറെ കുറിച്ച് പഠിപ്പിക്കും എന്നൊക്കെ BJPയുടെ നേതാക്കന്മാർക്ക് വെല്ലുവിളി നടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തതാരാ? BJP ചെയ്ത പരിപാടി എന്താ? BJP ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം കൊടുത്തുകൊണ്ട് നയം വിൽക്കുന്ന പരിപാടി ചെയ്തു. BJPയുടെ RSSന്റെ നയം കേരളത്തിൽ നേരിട്ട് ചിലവാകാത്തത് കൊണ്ട് പണം കൊടുത്തുകൊണ്ട്, കൈക്കൂലി കൊടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് നടത്തിക്കൊണ്ട് അതിവിടെ നടത്താൻ തീരുമാനിച്ചു. അത് ഫെഡറൽ തത്വങ്ങളെ ലംഘനമാണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ കേരളത്തോട് ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതുപോലെയുള്ള ബുള്ളിങ് നടത്തിയാൽ ഈ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സർക്കാരിനൊപ്പം നിൽക്കുമെന്നുള്ളതിൽ എന്താ തർക്കമുള്ളത്? പക്ഷേ ഇവിടെ കേരളത്തിലെ അങ്ങനെയുള്ള ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് RSSന്റെ BJPയുടെ നയത്തിൽ പോയി തുല്യം ചാർത്താൻ കേരള സർക്കാർ തയ്യാറായി. എന്തിനു വേണ്ടിയിട്ടാണ്? 1500 കോടി ഉറുപ്പിക്ക് വേണ്ടിയിട്ട്. ഹാഷ്മി, ഈ കേരളം എന്ന് പറയുന്ന നാട് ഒരു മലയാളി ഗൾഫ് രാജ്യത്തിൽ ഒരു നിയമപ്രശ്നത്തിൽപ്പെട്ടാൽ അവനെ രക്ഷിക്കാൻ വേണ്ടി 100 കോടി ഉറുപ്പിക മിനിറ്റുകൾ കൊണ്ട് പാട്ടപ്പിരിവെടുത്ത് കളക്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണത്. അവിടെയാണ് 1500 കോടി ഉറുപ്പിക്ക് മുഴുവൻ മലയാളികളുടെയും മാനം ഡൽഹിയിൽ കൊണ്ടുപോയി നരേന്ദ്രമോദിയുടെ പിണറായി വിജയൻ പണയം കേൾകുമാർ തന്നെ പറഞ്ഞല്ലോ നേരത്തെ, നമ്മുടെ ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വർധന അടക്കം നമ്മുടെ സർക്കാർ, നമ്മൾ ദരിദ്രം, നമ്മുടെ പണമുണ്ട്, പിന്നെ 1000 കോടിക്ക് വേണ്ടി എന്തിന് എന്ന ചോദ്യം പ്രസക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പണമുണ്ട്, ഇപ്പൊ പറയണം അല്ല പണമുണ്ട്, നമ്മുടെ പണമുണ്ട്. 14,000 കോടിയാണ് പ്രതിവർഷം അധിക ചെലവ്. ഇന്ന് പ്രഖ്യാപിച്ച പരിഷ്കരണം. ഞാൻ എത്താം സന്ദീപ്. നേരത്തെ പറഞ്ഞ പ്രതികരണങ്ങളുടെ കൂട്ടത്തിൽ ശ്രീ ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് കേൾക്കാം. So what is suitable to Bihar or Orissa may not be suitable to Kerala. The honorable minister has to stop this business of centralization of everything in Delhi. Stop. ശരി ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അത് തന്നെയാണ് ബീഹാറിന്റെ ആവശ്യമല്ലെന്ന് കേരളത്തിന്റെ ആവശ്യം. ഈ PMC നടപ്പാക്കിയില്ല എന്നുകൊണ്ട്, NEP നടപ്പാക്കിയില്ല എന്നുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഈ പറയുന്ന SSAയുടെ ഫണ്ട് ഒന്നുകൂടെ തടയുമായിരിക്കും, ഒന്നുകൂടെ വലിച്ചു മുറുക്കുമായിരിക്കും, ഒന്നുകൂടെ ഉപദ്രവിക്കുമായിരിക്കും. അത്രേ ഉള്ളൂ. ശ്രീ ബി ഗോപാലകൃഷ്ണൻ നോക്കൂ, 2019 സ്കൂൾ ക്വാളിറ്റി ഇൻഡെക്സ് പ്രധാന സംസ്ഥാനങ്ങളിൽ 76.6% സ്കോറോടെ കേരളത്തിന് 1ാം സ്ഥാനം. 2021 ഈ പറഞ്ഞ SDG ഇൻഡെക്സ് ഗോൾ ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ 80% സ്കോറോടെ 1ാം സ്ഥാനം. 25 ഹയർ എഡ്യൂക്കേഷൻ ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ 1ാം സ്ഥാനം. ജെൻഡർ പാരിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനം. ഇൻഫ്രാസ്ട്രക്ചർ ടെക്നോളജി ഈ പറഞ്ഞ മെട്രിക്സ് ICT റെസിഡൻസ് ഗ്രോസ് എൻറോൾമെന്റ് റേഷ്യോ ഡ്രോപ്പ് ഔട്ട് 23-24 സ്കൂളുകൾ കേരളത്തിന്റെ കണക്ക് 0.3%. UP-യിൽ അത് 11.4%. ഇതെല്ലാം കേന്ദ്രത്തിന്റെ കണക്ക് തന്നെയാണ്. നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയെടുത്ത് ഒരു PMC കൊണ്ടുമല്ല, ഒരു NEP കൊണ്ടുമല്ല. CBO നമുക്ക് ഒരു ചുക്കും സംഭവിക്കാനല്ല നമ്മൾ പിന്മാറിയ. വാസ്തവത്തിൽ ഈ ഹാഷ്മിക്ക് ഈ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ പൊന്നു ചങ്ങാതി, ഈ കൺകറൻറ്റ് ലിസ്റ്റിൽ വന്നതിന് ശേഷം കേന്ദ്രത്തിൽ ആര് ഭരിച്ചാലും, കോൺഗ്രസ് ഭരിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും BJP ഭരിച്ചാലും, വിദ്യാഭ്യാസം NCERTയുടെ ഫ്രെയിംവർക്കിലാണ്. NCERT ആണ് പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന ഫ്രെയിംവർക്ക് ഉണ്ടാക്കുന്നത്. അത് ആ ഫ്രെയിംവർക്കിൽ നിന്ന് പാഠ്യപദ്ധതിയുടെ പരിഷ്കാരം SCERTക്ക് നടത്താം. അതായത് സ്റ്റേറ്റ് NCERT നാഷണൽ ഫ്രെയിംവർക്കിൽ നിന്നാണ് സ്റ്റേറ്റ് സബ്ജക്റ്റുകളുടെ ബേസ് എടുക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് കേരളം ഇന്ത്യയും രണ്ടല്ല. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രത്തിൻ്റെ ഒന്നും വേണ്ട. കേരളം ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ്. അറിയുന്ന ആരോടെങ്കിലും സംസാരിക്കുക. ഇതുവരെ കൺകറൻറ്റ് ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ NCERTയുടെ ഫ്രെയിംവർക്കിൽ നിന്നിട്ടേ നിങ്ങൾക്ക് പാഠ്യപദ്ധതി നടപ്പാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ പറഞ്ഞ എല്ലാ നേട്ടവും ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ എന്തോ ഈ പറയുന്നത്? ഒന്ന് രണ്ടിപ്പോഴും വീണ്ടും പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് കേന്ദ്ര സർക്കാരിന്റെ കണക്കാണ്, നീതി ആയോഗിന്റെ കണക്കാണ്. നമ്മൾ ഈ പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ ഏത് ലെവൽ നോക്കിയാലും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കേവലം മുന്നിലാണെന്നുള്ളതല്ല, നമ്മൾ ബഹുദൂരം മുന്നിലാണ്.
ബഹുദൂരം മുന്നിലാണ്. അതുണ്ടാക്കിയെടുത്ത് NEP കൊണ്ടാണോ? എൻ്റെ നിങ്ങൾ ഇത് ഒരു കാര്യം ഞാൻ താങ്കളെ അധിക്ഷേപിച്ചതല്ല. NEP ദേശീയ വിദ്യാഭ്യാസ നയം 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്നപ്പോഴും ഇതേ സംഭാഷണമല്ലേ നടത്തിയത്? അന്നും NEP, അതായത് അന്നത്തെ 1986 രാജീവ് ഗാന്ധി കൊണ്ടുവന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ എതിർത്തവരല്ലേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ? അല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അന്ന് താങ്കൾ SFIക്കാരനായിരുന്നില്ലേ? ആയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അന്ന് SFI എതിർത്തിരുന്നു, അന്ന് CPM എതിർത്തിരുന്നു. തമിഴ്നാടിൻ്റെ കൂടെ ചേർന്ന് അതിശക്തമായ പോരാട്ടം നടത്തിയതാ. പിന്നെ അതൊക്കെ നടപ്പാക്കി. ഞാനതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, വെറുതെ കിടന്ന് നമ്മൾ സമയം കളയണ്ട, നിങ്ങളുടെ 24 ചാനലിൻ്റെ സമയം ഇതിനൊന്നും ചിലവാക്കണ്ട, ഇതൊക്കെ ഇവർ നടപ്പാക്കുന്ന. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, NEP നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. NEPയുടെ ഞാൻ പേരെടുത്ത് പറയാം, 18 പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 18 പ്രോജക്റ്റുകൾ NEPയുടെ നടപ്പാക്കിയിട്ടുണ്ട്. PM ഉഷ പദ്ധതി NEP അല്ലേ? എന്തൊക്കെയാണ് അയിത്തത്തിൻ്റെ കാര്യമൊക്കെയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് PM ഉഷ പദ്ധതി നടപ്പാക്കിയില്ലേ? നിങ്ങൾക്ക് എത്ര പദ്ധതി വേണം? 18 പ്രോജക്റ്റുകളാണ് NEPയുടെ നടപ്പാക്കിയിരിക്കുന്നത് ഈ കേരളത്തിൽ. പിന്നെ NEP അത് കേരളമാണെന്ന് തുള്ളിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ നടപ്പാക്കാന്ന്. പണ്ട് ട്രാക്ടർ വന്നപ്പോഴും ഇത് കേരളമാണെന്ന് പറഞ്ഞു, അത് നടപ്പാക്കി. ഇപ്പോൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീട്ടിൽ ഓരോ ട്രാക്ടറാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ ഇപ്പോൾ കേരളമാണെന്ന് പറഞ്ഞു. ഇപ്പോൾ എല്ലാ കമ്പ്യൂട്ടറും കമ്മ്യൂണിസ്റ്റുകാരുടെ AKG സെൻറ്ററിലാണ്. ഇത് ഇന്നലെ വരെ എതിർത്തതൊക്കെ നാളെ നടപ്പാക്കും. ഇതാണ് ഇവിടുത്തെ നെറേറ്റീവ്. ആ നെറേറ്റീവ് മാത്രമേ ഇതിലും ഉള്ളൂ. ഇതൊന്നും നടപ്പാക്കാതിരിക്കില്ല, നടപ്പാക്കാൻ കഴിയില്ല. ഞാൻ പറയാം, മോദി സർക്കാർ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയെ കണ്ണും പൂട്ടി എതിർക്കുന്നവർക്ക് ചെകിടത്ത് കിട്ടുന്ന അടിയാണിത്. തുടക്കത്തിലെ കണ്ണും പൂട്ടി എതിർത്തു. അതിനകത്ത് എല്ലാവരും വിളിച്ചു പറഞ്ഞു, പദ്ധതി നല്ലതാണോ ചീത്തയാണോ എന്ന് വിശദീകരണം വേണം, അത് അന്വേഷിക്കണം, പദ്ധതിയിൽ എന്താണ് തെറ്റെന്നുള്ളത് ആ തെറ്റ് തുറന്ന് ഞാൻ വെല്ലുവിളിക്കുക ഈ ചാനൽ ചർച്ചയിലിരിക്കുന്ന സകല ആൾക്കാരെയും. ഒരു വിഷയം, PM-ശ്രീ പദ്ധതിയിലുള്ള ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിന് യോഗ്യമല്ലാത്തത്, മതനിരപേക്ഷതയ്ക്ക് ചേരാത്തത്, ഇവിടെ മതം കലർത്തിയിട്ട് വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഒരു പോയിന്റ് പറയാൻ പറ്റുമോ? ചങ്ങാതി കാറൽ മാർക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വീര സവർക്കർ പഠിക്കട്ടെ, ഏംഗൽസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹഡ്ഗവാറിനെ കുറിച്ച് പഠിക്കട്ടെ, ഗാന്ധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പഠിക്കട്ടെ. നിങ്ങളെന്തിനാണ് പഠിക്കുന്നതിൽ ഈ ഫാസിസം കൊണ്ടുവരുന്നത്? അത് പഠിക്കരുത്, ഞങ്ങൾ പഠിപ്പിക്കില്ല. നിങ്ങൾ പഠിപ്പിക്കും, എല്ലാം പഠിപ്പിക്കും. നിങ്ങൾ കാലം അങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട്. KL കുമാർ, നോക്കൂ, ഈ പറയുന്ന രീതിയിൽ ഇത് ജാതി ഉച്ചനീചത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അത്തരത്തിൽ ഉണ്ടായിരുന്ന തൊട്ടുതൂടായ്മ കാലത്തെ പഠിപ്പിക്കുന്നതാണ്. ഈ പറയുന്ന ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിന് ഹിന്ദുവിനെ ഉണർത്തലാണ്, മനുസ്മൃതിയുടെ കരിക്കുലമാണ് എന്നൊക്കെയാണ് CPM നേതാക്കൾ പറഞ്ഞു. അത് ഹോളിസ്റ്റിക്കലി അതിനെ എതിർക്കുകയാണ്. ആ NEP സംസ്ഥാന വ്യാപകം നടപ്പിലാക്കുമെന്ന MOUവിൻ്റെ ഫസ്റ്റ് സ്കോപ്പാണ് നമ്മൾ ഒപ്പിട്ടത്. ആ ഒപ്പിട്ട വഴി കേരളത്തിന് അറിയണ്ടേ KL കുമാർ? അല്ല, ബഹുമാനപ്പെട്ട ഹാഷ്മി പറഞ്ഞിരുന്നല്ലോ, ഈ വി ശിവൻകുട്ടി ഒരു വാചകം പറഞ്ഞു, ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന് കേൾപ്പിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് അത് കേൾപ്പിക്കാം. NEP എല്ലാ കാലവും എതിർക്കാൻ പറ്റുമോ? നിങ്ങൾ പൈസ തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. കേൾപ്പിക്കാം. അല്ല വേണ്ട, അത് കേട്ടിട്ട് ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് എന്നാ വി ശിവൻകുട്ടി പറഞ്ഞ മറ്റൊരു പ്രതികരണം പറയണ്ടേ? ഈ NEP എന്താണ് കുഴപ്പം ഒന്നു പറഞ്ഞു. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. ഒന്നുകൂടെ പ്ലേ ചെയ്തത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നാൾ കുറച്ചുകൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ഞാൻ ചർച്ച ചെയ്തു, പ്രിൻസിപ്പൽ സെക്രട്ടറി ചർച്ച ചെയ്തു, എൻ്റെ മറ്റു ഉദ്യോഗസ്ഥന്മാർ പോയി ചർച്ച ചെയ്തു, ഞാൻ 2 പ്രാവശ്യം ചർച്ച ചെയ്തു. ചില മാറ്റങ്ങൾ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കേന്ദ്ര ഗവൺമെൻറ് എന്നുള്ളതിൽ അവർ തയ്യാറായി വരാത്ത അവസരത്തിൽ നമുക്ക് കാശ് നഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ NEP എന്താണ് കുഴപ്പം ഒന്നു പറഞ്ഞേ. NEP എന്താ കുഴപ്പമെന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി. അതായത് ഞാൻ പറഞ്ഞില്ലേ, NEP ഈ പറയുന്ന രീതിയിൽ ഇത് ഹിന്ദുരാഷ്ട്ര സംസ്ഥാപനത്തിനാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന NEPക്ക് എന്താ കുഴപ്പം എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചത്. അപ്പോൾ ചോദിച്ചു, നിങ്ങളാണല്ലോ പറഞ്ഞത്, ഞാൻ അഭിപ്രായം മാറ്റി എന്ന് വിദ്യാഭ്യാസ മന്ത്രിയാണ് പറഞ്ഞത്. മറുപടി പറയാം.
അതിനാദ്യം മറുപടി പറയും. ഞാൻ ആദ്യം പറഞ്ഞ ഗുരുതരമല്ലേ ഇത്? അതിന് മറുപടി ഉണ്ട്. അതിന് മുന്നേ ഇതൊന്ന് കേൾക്കട്ടെ. അല്ല, അത് കേൾക്കാം, അത് കട്ട് ചെയ്യുന്നുണ്ട്, അത് കേൾപ്പിക്കാന്ന്. അത് കേൾക്കണം, ഞാൻ കേൾപ്പിക്കും. പറഞ്ഞത് കേൾക്കുമാർ, ഈ പറയുന്ന ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനത്തിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന NEP-ക്ക് എന്താ കുഴപ്പം എന്ന് വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചിട്ട് മറുപടി ഉണ്ടോ താങ്കൾക്ക്? അതൊക്കെ പറയാവുന്നേ, മറുപടി ഒക്കെ ഉണ്ട്. എന്താ പറയൂ, അത് പറയൂ. ഞാൻ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഇത് ആദ്യം ഇതൂടെ കേൾപ്പിക്കേ. അല്ലാതെ പറയൂ, അത് കേൾപ്പിക്കാവുന്നേ. കേരളത്തിന് പറ്റില്ല. അത് കേൾപ്പിക്കാം, പറയൂ സാർ. അത് കേൾപ്പിക്കാം സാറേ. ആദ്യം പറഞ്ഞ നുണയ്ക്കുള്ള നുണയൊന്നുമല്ല. NEP ഞാൻ പിന്മാറി, NEP ഞാൻ പിന്മാറി എന്ന് പറഞ്ഞ ശിവൻകുട്ടി പറയുന്ന ഈ ഇടതുവിരുദ്ധ നയത്തിന് മറുപടി പറ അനിൽകുമാറെ. ഇത് പറ, NEP-ക്ക് എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊട് TV ശിവൻകുട്ടിക്ക്. അതെ, എന്റെ പേര് അനിൽകുമാർ തന്നെയാണ്. അതെ, എന്റെ പേര് K അനിൽകുമാർ തന്നെയാണ്. ഞാൻ പേര് മാറുന്ന ആളല്ല. അതുകൊണ്ട് ആ കാര്യമൊക്കെ അവിടെ കയ്യിരുന്നോട്ടെ. എന്ത് നിങ്ങൾ ഇവിടെ പറഞ്ഞു ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. അത് പറഞ്ഞത് ശരിയാണ്. എന്താണ് കുഴപ്പം എന്ന് പറയേണ്ട സമയം എത്ര നേരമായി? 20 മിനിറ്റായി. ഇരിക്കട്ടെ, ബാക്കിയൊക്കെ ഞങ്ങൾ പറയാവുന്നേ. നിങ്ങളുടെ വേലയൊന്നും ഇവിടെ വേണ്ട. അത് കേൾപ്പിച്ചിട്ട് നമുക്ക് തുടരാം. മൊത്തം ഞാൻ മറുപടി പറയാം. ശരി, ഞാൻ താങ്കളെ അത് കേൾപ്പിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഞങ്ങളിലേക്ക് എത്താം. ശ്രീ സന്ദീപ് വാര്യർ, അപ്പൊ അങ്ങനെ NEP-ക്ക് എന്താണ് കുഴപ്പം? ഞങ്ങളിലേക്ക് എത്താം. അത് കേൾപ്പിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. സന്ദീപ് വാര്യർ, NEP-ക്ക് എന്താണ് കുഴപ്പമൊന്നും NEP നിലപാടിൽ നിന്ന് ഞാൻ പിന്മാറി എന്ന് പറയുന്ന മന്ത്രിയാണ് ഈ ഉപസമിതിയുടെ അധ്യക്ഷൻ. എന്തിനാപ്പം അങ്ങനെ സമിതി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഷ്മി, ഇവർക്ക് NEP-യിൽ നിന്ന് പിന്മാറാൻ ഒരു ഉദ്ദേശവും ഇല്ല. ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ, പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ ഞങ്ങളുടെ ഇടതുപക്ഷ നയം അനുവദിക്കുന്നില്ല. മധുര പാർട്ടി കോൺഗ്രസ് പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തോടൊപ്പമാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിൻ്റെ നിലപാട്, മുന്നണിയുടെ നിലപാട് അതാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒപ്പിട്ടു പോയിട്ടുള്ള ഈ PM ശ്രീ പദ്ധതിയുടെ MOU-വിൽ നിന്ന് പിന്മാറാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ ഇത് റദ്ദ് ചെയ്യുന്നു എന്നൊരു വാക്കിൽ അവസാനിക്കേണ്ടതിന് പകരം ഈ ടൈം ബൈങ് ആയിട്ട് ഒരു ഉപസമിതിയെ ഉണ്ടാക്കിയത് തന്നെ ഇപ്പോൾ താൽക്കാലികമായി ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അടവാണെന്നുള്ളത് ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അതിൻ്റെ പേരിൽ അത് മറച്ചു വെക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നെഞ്ചത്തേക്ക് കുതിര കയറിയിട്ട് ഒരു കാര്യമില്ല. പ്രശ്നം മുഴുവൻ ഉണ്ടായത് CPM-ന്റെ LDF-ന്റെ മുന്നണിക്കകത്താണ്, മന്ത്രിസഭയ്ക്കകത്താണ്. കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. ദുരൂഹത ആരോപിച്ചത് CPI-യുടെ നേതാക്കന്മാരാണ്. വെറും നേതാക്കന്മാരല്ല, പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചത് AYF-കാരാണ്. CPI-യുടെ യുവജന സംഘടനക്കാരും വിദ്യാർത്ഥി സംഘടനകളുമാണ്. ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടതാണ്. ഇപ്പോ എന്താ അദ്ദേഹം ചോദിക്കുന്നത്? ഷെൽകുമാർ പറയുന്നത് ഇടതുപക്ഷ ആശയത്തിന് പിന്മാറി എന്ന് ശിവൻകുട്ടി പറഞ്ഞോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. കേരളം മുഴുവൻ കണ്ടതല്ലേ. അദ്ദേഹം എന്താ ഉദ്ദേശിച്ചത്? എന്താണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന് കുഴപ്പം, NEP-ക്ക് എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞു തരൂ എന്ന് CPM-ന്റെ മന്ത്രി ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നേമത്ത് BJP തോറ്റിട്ടില്ല. നേമത്ത് ജയിച്ചത് BJP-യാ. BJP-യുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ് കേരളത്തിലുള്ളത്. വളരെ വ്യക്തമല്ലേ? BJP-യുടെ RSS-ന്റെ അജണ്ട ഒളിച്ചു കടത്തുന്ന പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താ കുഴപ്പം എന്ന് ചോദിച്ചതാരാ? ശിവൻകുട്ടിയല്ലേ ചോദിച്ചത്. ഞാൻ എൻ്റെ പഴയ നിലപാട് മാറ്റി എന്ന് കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻപാകെ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാരാണ്? ലജ്ജയില്ലാതെ വിളിച്ചു പറഞ്ഞതാരാണ്? CPM-ന്റെ നേതാവെന്ന് പറയപ്പെടുന്ന നേമത്തിന് ജയിച്ചിട്ടുള്ള BJP-യുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയല്ലേ. എന്നിട്ട് ഇപ്പൊ ഇരുന്നിട്ട് നിങ്ങൾ അത് കാണിക്കുക. ഞങ്ങൾ മുഴുവൻ കണ്ടതാ, കേരളം മുഴുവൻ കണ്ടതാ. ഈ താങ്കൾക്ക് അത് വീണ്ടും കാണിച്ചു തരണമെങ്കിൽ അദ്ദേഹം വീണ്ടും കാണിച്ചു തരട്ടെ. അദ്ദേഹം 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഞങ്ങൾ 10-600 കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കി, ഇനി വെല്ലും നടപ്പിലാക്കണമെങ്കിൽ നിങ്ങൾ ഓർമ്മിപ്പിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഓർമ്മ വരുമെന്ന്. ഞാൻ വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രകടന പത്രിക മുഴുവൻ എടുത്ത് വായിച്ചു തരാം. ആ പ്രകടന പത്രിക എടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആഷ്മി, ഒരൊറ്റ കാര്യം 96 മുതൽ ഇവരുടെ പ്രകടന പത്രികയിൽ പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്. അതൊന്ന് നടപ്പിലാക്കാമോ? CITU-കാരാണ് അതിലെ ഏറെയും രക്തസാക്ഷികളായിട്ടുള്ളത്. ചാരായ തൊഴിലാളികളുടെ പുനരധിവാസം നടപ്പിലാക്കുമെന്ന് 96 മുതൽ എല്ലാ പ്രകടന പത്രികയിലും അച്ചടിച്ചിറക്കുന്ന LDF നാളിതുവരെ ഇത് പൂർത്തീകരിച്ചിട്ടുണ്ടോ? ബീവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകളിൽ ജോലി നഷ്ടപ്പെട്ട ചാരായ തൊഴിലാളികൾക്കും അവരുടെ ബന്ധുക്കൾക്കും തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് എത്ര പേർക്ക് നിങ്ങൾ തൊഴിൽ കൊടുത്തു? എല്ലായിടത്തും പിൻവാതിൽ നിയമനം നടത്തിയില്ലേ? കേരളത്തിൽ കർഷകരെക്കാൾ കൂടുതൽ പേര് ആത്മഹത്യ ചെയ്തത് CITU തൊഴിലാളികളാണ്, ചാരായ തൊഴിലാളികൾ. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ചാരായ തൊഴിലാളി, എനിക്ക് ഉറപ്പുണ്ട് ഈ ചർച്ച കഴിഞ്ഞാൽ എനിക്ക് ഫോൺ കോളുകൾ വരും. ഒരൊറ്റ CPM നേതാവ് അതിന് മറുപടി പറയോ? നിങ്ങൾ ഇന്ന് ഇരിക്കുന്ന രമ്യഹർമ്മ്യങ്ങൾ മുഴുവൻ പണിതത് ആ ചാരായ തൊഴിലാളികളുടെ വേർപ്പിന്റെ കൂടി ഫലമായിട്ടാണ്. നിങ്ങൾ അവരെ മറന്നു അധികാരം കിട്ടിയപ്പോൾ. ഇനി നിങ്ങളുടെ പ്രകടന പത്രിക ഞാൻ വായിച്ചു തരാം. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ. എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ലാഭത്തിലാക്കും. KSRTC-യുടെ ലാഭം എത്രയാ ഒന്ന് പറഞ്ഞുതരാവോ?
കേരളത്തിൽ ആയിരക്കണക്കിന് കോടി ഉറുപ്പിക സർക്കാരിന് അങ്ങോട്ട് കൊടുത്ത് നിലനിർത്തുകയല്ലേ. KSRTC ലാഭത്തിലാക്കുമെന്ന് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ ലാഭത്തിലാക്കിയോ? കേരളത്തിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലായോ? നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. ഇനി ഞാൻ മുഴുവൻ വേണമെങ്കിൽ വായിച്ചു തരാം. സ്വകാര്യ നിക്ഷേപം, വ്യവസായ മേഖലയിൽ 10,000 കോടിയുടെ നിക്ഷേപം. എത്ര കോടിയുടെ നിക്ഷേപം വന്നു? എത്ര തൊഴിലവസരങ്ങൾ ഉണ്ടായി? പ്രകടനപത്രിക ഞാൻ വായിക്കുന്നത്. മുഴുവൻ വായിച്ചു തരാം. നമുക്ക് എന്തായാലും വിശാലമായ ചർച്ചയ്ക്ക് ഇരിക്കണം. അങ്ങനെ ഞാൻ ഉറപ്പായും താങ്കളെ വിളിക്കും. നേരത്തെ ശിവൻകുട്ടി പറഞ്ഞത് NEPക്ക് എന്താ കുഴപ്പമെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഹിന്ദു രാഷ്ട്ര സംസ്ഥാപനം, ഈ പറയുന്ന മനുസ്മൃതിയുടെ കരിക്കുലം, ഈ പറയുന്ന രാജ്യത്തെ കുട്ടിച്ചോറാക്കൽ, ഈ പറയുന്ന രാജ്യത്തെ അപകടത്തിലാക്കൽ ഏതാനും മാസങ്ങൾക്കും ദിവസങ്ങൾക്കും മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന അതേ NEPക്ക് എന്താ കുഴപ്പമെന്നാണ് വി ശിവൻകുട്ടി ചോദിച്ചത്. ഞാൻ എൻ്റെ പഴയ നിലപാടിൽ നിന്ന് മാറി, എന്ന് പറഞ്ഞാൽ പഴയ ഇടതുപക്ഷ നിലപാടിൽ നിന്ന് മാറി എന്നാണ് വി ശിവൻകുട്ടി പറഞ്ഞത്. ശിവൻകുട്ടി അതിൻ്റെ തുടർച്ചയിലാണ് പറഞ്ഞത്. ഒന്ന് കേട്ടു നോക്കൂ. അംഗീകരിക്കുന്നില്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ശരി തന്നെയാണ്. അങ്ങനെയുള്ള ഒരു നിലപാട് ഈ ലോകം അവസാനിക്കുന്നവരെ ആ നിലപാട് നിൽക്കണമെന്നില്ല. ലോകത്തെമ്പാടും മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടെന്നിപ്പോൾ പല രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കേരളത്തിന് കഴിയില്ല. NEPയുടെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്തായിരുന്നാലും ടൂറിസം രംഗത്തായിരുന്നാലും ലോകബാങ്കിൻ്റെ കാശ് വാങ്ങുന്ന കാര്യത്തിലായിരുന്നാലും നമുക്ക് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ഉള്ള കുറേ ആ കാലഘട്ടം മുതൽ എടുത്തിട്ടുള്ള ഓരോ നയം എടുത്തു നോക്കിയാൽ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് മാറി എടുത്തിട്ടുണ്ട്. അത് എടുക്കേണ്ടി വരും നമുക്ക്. അതല്ലാതെ എല്ലാ കാലത്തും ഒരു NEPയിൽ പിടിച്ച് ഞങ്ങൾ കിട്ടേണ്ട കാശ് വാങ്ങാൻ വേണ്ടി പാടില്ല. അല്ലെങ്കിൽ PM ശ്രീൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട കോടിക്കണക്കിന് രൂപ വാങ്ങണ്ടെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ആരും തരുമോ കാശ്? ശാൽകുമാർ, എല്ലാ കാലത്തും പിടിച്ചോണ്ടിരിക്കാൻ പറ്റില്ല NEP അല്ലെങ്കിൽ ഇടതുപക്ഷ ഇടതുപക്ഷ നയം. വിദ്യാഭ്യാസം എന്നാൽ ടൂറിസ്റ്റിൽ ഒന്നിലും. അപ്പോഴേ ഈ മന്ത്രിമാരെയൊക്കെ കൂട്ടി ചെയ്യുമ്പോൾ ഒരു അല്പം മര്യാദ വേണം. എപ്പോഴും ഈ കള്ളം വിളമ്പുമ്പോൾ ഇതുപോലുള്ള കള്ളങ്ങൾ വിളമ്പാതിരിക്കാനുള്ള അല്പമെങ്കിലും ഒരു ഉളുപ്പ് വേണം. അതിന് എന്താണ് വിളമ്പിയ കള്ളം? ഈ ഇടതുപക്ഷ നയങ്ങളെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നൊരു പച്ചക്കള്ളല്ലേ പറഞ്ഞത്. എന്താ പറഞ്ഞ കള്ളം? ഒരു ഇടതുപക്ഷ നയത്തിന്റെ വഞ്ചനയല്ല. ഞാൻ അങ്ങോട്ട് പറയാമല്ലോ. സർക്കാർ അനിൽകുമാർ NEPയിൽ നിന്ന് ഞാൻ എന്റെ നിലപാട് മാറ്റി എന്നതിൽ അനിൽകുമാർ നിലപാടുണ്ട്. ഞാൻ മറുപടി വെറുതെ കള്ളൊന്നും ഞാൻ പറയട്ടെ. പറയൂ. മിസ്റ്റർ ഹാഷ്മി, എന്റെ പേര് ഹാഷ്മി എന്ന് തന്നെ കൂടെ വിളിക്കണ്ട. പച്ച കള്ള എഴുന്നള്ളിച്ചിട്ട് മിസ്റ്റർ ഹാഷ്മി മിസ്റ്റർ ഹാഷ്മി, നിങ്ങൾ പച്ചക്കള്ള എഴുന്നള്ളിച്ചിട്ട് ഇടതുപക്ഷ നയങ്ങൾ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ശിവൻകുട്ടി പറഞ്ഞു എന്നുള്ള പച്ച നുണ കെട്ടി എഴുന്നള്ളിച്ചിട്ട് അതിനെ ന്യായീകരിക്കാൻ ഇപ്പൊ കൊണ്ടുവന്ന സാധനം ഞാൻ കേട്ടു. അതിന് നല്ല മറുപടി ഉണ്ട്. ആ മറുപടി ഇങ്ങോട്ട് പറയാൻ പോവാണ്. ആദ്യം ഒന്ന് വാഴപ്പിണ്ടിക്ക് മറുപടി കൊടുക്കട്ടെ. ഞങ്ങൾക്കൊരു ചാനൽ ചർച്ചയ്ക്ക് KPCC ഓഫീസിൽ ഒരാളെ വിട്ടിട്ടുണ്ട്. അദ്ദേഹം പറയണത് കർണാടകത്തിലെ മുഖ്യമന്ത്രിയുടെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയാണ്. അല്ലല്ല, അങ്ങ് ഈ വിഷയത്തിൽ വിട്ടുപോലെ ശിവൻകുട്ടി പറഞ്ഞ വിഷയത്തിൽ വിട്ടുപോലെ വിഷയത്തിൽ വിട്ടുപോലെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഇടതുപക്ഷ നയങ്ങൾ കെട്ടിപ്പിടിച്ച് ലോകം അവസാനിപ്പിക്കൽ എന്ന് കൊളോക്കലായി പറഞ്ഞാണ് കേൾക്കുമാർ. അതിനേക്കാൾ വളരെ ഭംഗിയായ ശിവൻകുട്ടി പറയുന്നുണ്ട്. ഒന്ന് കേൾക്കൂ. അതിനേക്കാൾ വളരെ ഭംഗിയായ ശിവൻകുട്ടി പറയുന്നുണ്ട് NEPക്ക് എന്താണ് കുഴപ്പം എന്ന് ശിവൻകുട്ടി ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ നിലപാടിൽ നിന്ന് പിന്മാറി എന്ന് ശ്രീ KL ശിവൻകുട്ടി പറയുന്നുണ്ട്. കാലാകാലങ്ങൾ ഈ പറയുന്ന നയം ഒന്നും പിടിച്ചുകൊണ്ടിരുന്നാൽ പണം കിട്ടില്ല എന്ന് ശിവൻകുട്ടി പറയുന്നുണ്ട്. അതിൽ മറുപടി ഉണ്ട്. അത് പറഞ്ഞ് ക്ലാറ്റ് വരുത്തിയിട്ട് അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്? താങ്കൾ എന്നെ കള്ളെന്ന് വിളിച്ചപ്പോഴത്തേക്ക്. അതെ, നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് കള്ളൻ എന്ന് പറയും. സാർ, അങ്ങയുടെ മുഖത്തെ ജാള്യം തൊട്ടറിയാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്കത് ആ വാചകം പറയാൻ അത് അങ്ങയുടെ നിസ്സഹായാവസ്ഥയാണ്. ഒരു ഇടതുപക്ഷ മന്ത്രി വന്നിരുന്നു എനിക്ക് ഞാൻ ഈ നയത്തിൽ നിന്നൊക്കെ എന്നേ പിന്മാറി എന്ത് മറുപടി പറയാനാണ്? നിങ്ങളുടെ കയ്യിൽ മൈക്കുണ്ടെന്ന് വിചാരിച്ച് നിങ്ങളുടെ കയ്യിൽ അവതാരേണ്ട മൈക്കുണ്ടെന്ന് വിചാരിച്ചിട്ടേ ചാനൽ ചർച്ചയ്ക്ക് വരുന്ന ആളുകളുടെ തലേക്കാറുണ്ട് കേട്ടാ. അതിനൊന്നും അധികാരം തന്നിട്ടില്ല AK സെന്ററിൽ ഞാൻ കൊണ്ട് വന്നിരിക്കുന്നത്. ജാള്യതയാ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനാ? കള്ളം പറയുന്നവരുടെ മുന്നിൽ ഇരിക്കാനാ? പച്ചക്കള്ളം പറയുന്നവരുടെ മുന്നിൽ ഇരിക്കാനാ? അതൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട. ഇനി ഞാൻ പറയുന്ന കൊണ്ട് കേക്ക്. ഞാനങ്ങോട്ട് പറയാം. ഒക്കെ അങ്ങോട്ട് കൈവച്ചാൽ മതി. ഇതൊന്ന് കേക്ക്. ഒന്നാമത്തെ കാര്യം, ആ വാഴപ്പിണ്ടി നേതാവിനോട് മറുപടി പറയട്ടെ. കോൺഗ്രസിന് 3 മുഖ്യമന്ത്രിമാരുണ്ട്. ഒരുത്തന്റെ പേര് പറഞ്ഞോ? എന്താ സ്റ്റാലിൻ്റെ പേര് പറയുകയാണ് വാഴപ്പിണ്ടി. ആ വാഴപ്പിണ്ടി നേതാവിനോട് പറയുകയാണ് ഞങ്ങൾക്ക് 3 വാഴപ്പിണ്ടി മുഖ്യമന്ത്രിമാരുണ്ട്, അവരെല്ലാം PMC നടപ്പാക്കി, പിന്നെ സ്റ്റാലിൻ നടപ്പാക്കിയില്ല. തമിഴ്നാട്ടിലെ കാര്യത്തിലൊക്കെ മറുപടിയുണ്ട്. തമിഴ്നാട്ട് PM-ശ്രീയുടെ പദ്ധതിയുടെ കാര്യത്തിൽ ഇന്നും പൈസ കൊടുത്തിട്ടില്ല. അത് വേറെ കാര്യം, ഞാൻ ആ ചർച്ചയ്ക്ക് പോണില്ല. അതുകൊണ്ട് വാഴപ്പിണ്ടി നേതാവിന് മറുപടി അത്രേ ഉള്ളൂ. ഞാൻ കോൺഗ്രസ്സുകാരോട് പറയുകയാണ്, PM-ശ്രീ പദ്ധതി വേണ്ടെന്ന് കോൺഗ്രസിന് അഭിപ്രായമില്ല. കോൺഗ്രസ് കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അങ്ങനൊരു വിഷയമില്ല. PM-ശ്രീ പദ്ധതി ഞങ്ങൾ നടപ്പാക്കില്ലയോ?
നിങ്ങൾ എല്ലായിടത്തും നടപ്പാക്കിയവരാണ്. വാഴപ്പെട്ടി മുഖ്യമന്ത്രിമാർ 3 എണ്ണം. ഇനി നിങ്ങൾ ഈ പറഞ്ഞതിന് ഞാൻ മറുപടി പറയാം. ഒന്ന്, ഈ ബഹുമാനപ്പെട്ട ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ തന്നെ അതിൻ്റെ അകത്ത് മറുപടി ഇരിക്കുന്നത് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? NCERT എന്ന് കേട്ടിട്ടുണ്ടോ? SCERT എന്ന് കേട്ടിട്ടുണ്ടോ? 3 എണ്ണത്തിൻ്റെ പേരാ പറഞ്ഞത്. മനസ്സിലാവുമെങ്കിൽ ആദ്യം മനസ്സിലാക്കുക, ഹാഷ്മിക്കും മനസ്സിലാക്കാം. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞാൽ നാഷണൽ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമാണ്, NEP-യുടെ ഭാഗമാണ്. ആ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിൽ അതിൻ്റെ രൂപം എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആ രൂപത്തിലാണ് സിലബസ് തയ്യാറാക്കുമ്പോൾ അതിൻ്റെ രൂപം നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് പറയും. ഉള്ളടക്കം തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അതുകൊണ്ടാണ് നാഷണൽ സ്കൂളുകളിൽ NCERT വന്നത്. കേരളത്തിലെ CBSE സ്കൂളുകളിൽ NCERT ഉണ്ട്. അതുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ നയം കേരളത്തിലെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ സ്കൂളിലും കോൺഗ്രസ്സുകാർ പിന്തുണയ്ക്കുന്ന സ്കൂളിലും അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലും ഈ NEP ഉണ്ടെന്ന്. അതേസമയം സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാലയങ്ങളിൽ NEP ഉണ്ടാവില്ല. അതിന് കാരണം എന്താണ്? അവിടെ ഞങ്ങൾ പറയുന്നു SCERT ആണ് പഠിപ്പിക്കുന്നത്. PM ശ്രീ പദ്ധതി വന്നാൽ ഞങ്ങൾ NCERT-യിലേക്ക് പോകണോ? വേണ്ട. അതാണിപ്പോൾ ഉണ്ടാക്കിയ MOU-ലെ വ്യവസ്ഥ. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്താ പറയേണ്ടത്? ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ചാതുർവർണ്ണ സംസ്കാരത്തിൻ്റെ ഒരു പഠനവും കേരളത്തിൽ വേണ്ടി വരികയില്ല. പിന്നെന്താ പ്രശ്നം? പ്രശ്നം ഇത്രയേ ഉള്ളൂ. NEP കൊണ്ടിരുന്ന ഒരു 350 സ്കൂൾ വരും. ആ സ്കൂള് ഞങ്ങൾ ചുമക്കണോ വേണ്ടയോ? ചുമക്കാൻ സൗകര്യമില്ലെന്നായിരുന്നു നിലപാട്. അതുകൊണ്ട് ഇതേവരെ ഒപ്പിട്ടിരുന്നില്ല MOU-ൽ. ഇപ്പം എന്താ പറയുക? ആ ചുമന്നാലേ മറ്റേ പൈസ കൂടെ തരൂ. മറ്റേ പൈസ കൂടെ തരണം, അത് ചുമക്കണം. ശരി, ഞങ്ങൾ ഇത്ര നാൾ പിടിച്ചു വന്നു. ഇപ്പം ആ പൈസ പ്രധാനമാണ്. നിങ്ങളിപ്പോൾ പറയുന്ന കേരളത്തിൽ ഖജനാവിൽ ഒത്തിരി പൈസ ഉള്ളത് കൊണ്ടല്ല. ഇപ്പം എന്താ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കാരണം? കേരളം വളർന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ബഡ്ജറ്റ് 76,000 കോടി, ഇപ്പം 2 ലക്ഷം കോടി. ഈ വ്യത്യാസമുണ്ടേ. ഈ കഴിഞ്ഞ കൊല്ലത്തെ ബഡ്ജറ്റിൽ ഒരു 1,500 കോടി രൂപ എടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന് മാറ്റിവെച്ചിരിക്കുക. അത് പെൻഷൻ കൊടുക്കാൻ വേണ്ടേ? അത് വർദ്ധിപ്പിക്കാൻ വേണ്ടേ? ആ വാഗ്ദാനം നടപ്പാക്കാൻ വേണ്ടേ? ആ കാശ് വേണ്ടേ? അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ട്. കൂടുതൽ പൈസ മറ്റു മേഖലയിൽ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കണോ? അതുകൊണ്ട് മോദിയുടെ നിന്ന് വാങ്ങിക്കാനുള്ള കാശ് പിടിച്ചു വാങ്ങിക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്ത് വേണം? ഒരു MOU ഒപ്പിട്ടു, അത്രേ ഉള്ളൂ. MOU ഒപ്പിട്ടാൽ എന്താണ്? കല്യാണം കഴിഞ്ഞോ? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് MOU എന്ന് പറഞ്ഞാൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മലയാളത്തിൽ പറഞ്ഞ ധാരണാപത്രം. ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ പറഞ്ഞപ്പോൾ കരാർ എന്നാണ് പറഞ്ഞത്. കല്യാണം കരാറാണ്. നിങ്ങൾ എഗ്രിമെൻ്റ് ഉണ്ടോ? പിന്മാറാൻ പറ്റാത്ത എഗ്രിമെൻ്റ് ഉണ്ടോ? കരാറായി കഴിഞ്ഞാൽ നഷ്ടോത്തരവാദിത്വം വരും. ഇവിടെ എഗ്രിമെൻ്റ് ഇല്ല. ഒരു സെക്രട്ടറി പോയി അവിടുത്തെ സെക്രട്ടറി ആയിട്ടൊരു MOU ഉണ്ടാക്കി. ഇപ്പോൾ അവിടുത്തെ സെക്രട്ടറി പറഞ്ഞു, ഈ വിദ്യാഭ്യാസ നയമൊന്നും നിങ്ങൾ ചുമക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്ന ഒരു സ്കെൽട്ടനാണ്. ഈ NEP എന്ന് പറയുന്നത് PMC സ്കൂൾ മാത്രമല്ലെന്ന്. NEP-ലെ ഒരു ഭാഗമാണ് PMC പദ്ധതി. NEP-ൽ ഇതെല്ലാം കൂടെ വരുമോ? ഞാൻ ചോദിക്കുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ 1 മുതൽ 5 വരെ ക്ലാസ്സിൽ മാതൃഭാഷയെ മാത്രമേ പഠിപ്പിക്കാവുള്ളൂ എന്ന് NEP ഉണ്ട്. ഹാഷ്മി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ NEP എടുത്ത് വായിക്കും. മാതൃഭാഷയെ മാത്രമേ പഠിക്കാവൂ. കേരളത്തിലെ CBSE അതുണ്ടോ? CBSE സ്കൂളിൽ നടപ്പാക്കിയോ? ഞങ്ങൾ കാലാകാലങ്ങളിൽ ലോകാവസാനം പറയും നയമൊക്കെ പിടിച്ചോണ്ടിരുന്ന പൈസ കിട്ടില്ല എന്ന് പറഞ്ഞ് ശിവൻകുട്ടി താങ്കൾ മറുപടി പറഞ്ഞില്ല. പറയട്ടെ. അത് തന്നെ ശിവൻകുട്ടി പറയണ ഇതല്ല. PMC-യുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് നയം മാറ്റിയത്. പണം തരാതിരിക്കുമ്പോഴും പണം തന്നില്ലേലും ഒപ്പിടില്ല എന്നൊരു പോയിന്റ് അവിടെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. പണം തന്നില്ലേലും ഒപ്പിടില്ല, പണം വേണ്ട, ഞങ്ങൾ ഒപ്പിടില്ല, ഇതായിരുന്നു ഞങ്ങളുടെ പൊസിഷൻ. ആ പൊസിഷനിൽ അയവ് വരുത്തിയെന്ന് ശിവൻകുട്ടി പറഞ്ഞു. അതിനപ്പുറം ഒന്നും ഉണ്ടായിട്ടില്ല. അത് പറഞ്ഞു വെച്ചിട്ട് ഇത്രയും വലിയ പോരാട്ടം നടത്തുന്ന കേരളത്തിലെ വി ശിവൻകുട്ടിയാണ് നിങ്ങൾ പിടിക്കാൻ പോണത്. അല്ല ഇപ്പൊ അങ്ങനെ ഇപ്പൊ വീശുകുട്ടി NEP-ക്ക് എന്താ കുഴപ്പം? ഓക്കെ എന്ന് പറഞ്ഞാൽ MOU എന്ന് പറഞ്ഞാൽ എന്താണ്? ധാരണാപത്രം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ധാരണ ഉണ്ടായതിനു ഉണ്ടാവുന്നതാണ്. ധാരണാപത്രം ഉണ്ടായതിനു ശേഷം ധാരണ ഉണ്ടാക്കാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ഉപസമിതി ഉണ്ടാക്കുന്നു. എന്ത് പ്രവർത്തനമാണെന്ന് അഭിഭാഷകൻ ശ്രീ ഹരീഷ് വാസനയുടെ ഫേസ്ബുക്ക് പോസ്റ്റിംഗിനാണ് ഗവർണറുടെ പേരിലല്ലാതെ സ്റ്റേറ്റ് ഓഫ് കേരള ഉണ്ടാക്കുന്ന ഏതൊരു കരാറും നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ നിയമവൃത്തങ്ങൾ അങ്ങനെ ഒരു നിലപാടുണ്ട്. അത് കരാറാണോ ധാരണാപത്രം മാത്രമാണോ? ധാരണാപത്രം മാത്രമാണെങ്കിൽ അതിന്റെ സാങ്കേതിക ചർച്ചകൾ തുടരും. പക്ഷേ ഇന്നത്തെ ദിവസം അത് CPIയുടെ ദിവസമാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.